الرحمن الرحيم السلام عليكم ورحمة الله وبركاته. ومن أحسن قولا الحمد لله رب العالمين من دعا والصلاة والسلام على رسوله الأمين صالحا وعلى آله وصحبه أجمعين أما بعد. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله والرسول فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. തമീശ്വരാണം പരമം മഹേശ്വരം താം ദേവദാനാം പരമം ജദൈവതം പദീം പദീനാ പരമം പരസ്താദ് വിധാമദേവം ഭുവനേശമേദ്യം. പ്രാർത്ഥനാ നിർഭരമായി തീരേണ്ടുന്ന ഒരു സമ്മേളന വേദിയിലാണ് ഞാൻ. ക്ഷേത്രത്തിന്റെ ബൗണ്ടറിക്കുള്ളിൽ ആയിരക്കണക്കിന് മനുഷ്യർ ഒരുപക്ഷെ ഈ മത സമ്മേളനത്തിന്റെ ആത്മാവ് ഉൾക്കൊള്ളാതെ നടന്നു പോകുന്നുണ്ട്. ഉച്ചഭാഷണിയിലൂടെ അവരെന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാകും. സഹൃദയരെ, വ്യത്യസ്ത മത ദർശനങ്ങളിൽ വിശ്വസിക്കുന്നവരെ, നിങ്ങൾ ഈ സമ്മേളനത്തിന്റെ ഓഡിറ്റോറിയത്തിൽ വന്ന് സാഹൂദം ഇത് കേൾക്കണമെന്നാണ് തുടക്കത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശ്രീരാമനെ കാട്ടിൽ പറഞ്ഞയച്ച ഘട്ടത്തിൽ ലക്ഷ്മണന് കോപം വന്നു. ലക്ഷ്മണന് കോപം വന്നപ്പോ ശ്രീരാമൻ ഒന്നും പറഞ്ഞില്ല. ചിത്രകൂടത്തിൽ വന്നപ്പോ ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, വത്സാ സൗമിത്രേ കുമാര, നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുട വാക്കുകൾ. അല്ലയോ സുമിത്രയുടെ പുത്ര, അല്ലയോ സുമിത്രയുടെ പുത്ര, കുന്തിപുത്ര, നീ നിന്റെ മത്സരം മാറ്റിവെച്ച് ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. ശ്രുമേ പരം വച. അർജുന, ഞാൻ പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ചു കേൾക്കണം. ഭഗവത്ഗീതയിലും പറഞ്ഞു, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, പസ്ഥമേ ലിമായുഹ, നിങ്ങൾക്ക് ബോധനം നൽകുന്ന ദിവ്യ സൂക്തങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു സിനിമ കാണുന്ന പോലെയല്ല ഈ മതസൗഹാർദ്ദ സമ്മേളനത്തിൽ നിങ്ങൾ ഇരിക്കേണ്ടത്. അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു കല ആസ്വദിക്കുന്ന രൂപത്തിലല്ല, ഒരു സംഗീത കച്ചേരിയിലല്ല നിങ്ങൾ പങ്കെടുക്കുന്നത്. അറിവ് ആദാനപ്രധാനമായി തീരുന്ന മഹത്വമേറിയ ഒരു സദസ്സിലാണ് ദൈവാനുഗ്രഹത്താൽ നിങ്ങൾ ചെന്നു ചേർന്നിട്ടുള്ളത്. ചാരായ ഷാപ്പിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന അഭിനവ കേരളീയന്റെ പിക്ചറല്ല നിങ്ങൾക്കുള്ളത്. ആധ്യാത്മിക ജ്ഞാനം തേടി ദൈവസന്നിധാനത്ത് ജീവിതത്തെ സമർപ്പിച്ച ഭക്തന്റെ മനസ്സുമായിട്ടാണ് നിങ്ങൾ കൂടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ സംഗമം നിസ്സാരമല്ല. ഞാനൊരു ഇസ്ലാമിക സമൂഹത്തിന്റെ മെമ്പറാണ്. അതുകൊണ്ട് തന്നെ എന്നെ ആയിരിക്കും നിങ്ങൾ ഒരുപക്ഷെ എല്ലാ മതവിഭാഗവും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്ന മതം ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണല്ലോ ഈ മതസമ്മേളനം നടക്കുന്നത്. ഈ സംഘാടനത്തോടും ഈ സംഘടനയോടും ഇത് സംഘടിപ്പിച്ചവരോടും അഗൈതവമായ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഇതൊരു ഈശ്വര നിശ്ചയമാണ്. ദൈവം നിശ്ചയിച്ച് തീരുമാനിച്ചുറച്ചതിന്റെ ഭാഗമാണ് ഈ വർഷം ഈ സമ്മേളനത്തിൽ ഈ വിനീതൻ വരണം എന്നുള്ളത്. എനിക്ക് നിങ്ങളോട് തുടക്കത്തിൽ തന്നെ പറയാനുള്ളത്,
ഉത്തരഭാരത സംസ്കാരത്തിന്റെ അന്തർധാരയായി രൂപപ്പെട്ട മഹത്വമേറിയ ഒരു പ്രാർത്ഥനയെ കുറിച്ചാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. വേദഗ്രന്ഥങ്ങളുടെ ആകത്തുകയായി നമ്മുടെ ആന്തരികമായ ചോദനകളെ കൂടുതൽ ഉദ്ദീപിപ്പിക്കുന്ന മഹത്വപൂർണമായ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണത്? ഓം അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യുമാ അമൃതംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. വേഗം പറയാം. എന്താ പറയുന്നത്? ഓം എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറയാൻ മാത്രം പഠിച്ചിട്ടുള്ള ഒരു ഇസ്ലാമിക സംഘടനയുടെ പ്രവർത്തകനാണ്. സത്യമേ പറയൂ, അസത്യങ്ങളൊന്നും പറയില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതേ പറയൂ എന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നതുകൊണ്ട് എന്റെ വാക്കുകൾ സത്യമല്ല എന്നർത്ഥമില്ല. ഡോക്ടർ എഴുതുന്ന മരുന്ന് രോഗിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നതുകൊണ്ട് ഡോക്ടർ എഴുതിയ മരുന്ന് മോശമാണ് എന്നതിനർത്ഥമില്ല. അതുകൊണ്ട് ഈ ഓം എന്ന് പറഞ്ഞാൽ അതൊരു RSSന്റെ ചിഹ്നമാണ് എന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചു. അല്ല അല്ല. വിശ്വവിജ്ഞാന കോശം പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. സംസ്കൃത നിഘണ്ടു പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. ഓം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം എന്നാണ്. അഥവാ അല്ലാഹുവേ, ദൈവമേ, ഈശ്വര, യഹോവ, ഉടയതമ്പുരാൻ, ദീദീവികൻ, വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ എന്നൊക്കെ പറയുന്ന ആ ശക്തിസിദ്ധി ഉണ്ടല്ലോ, ആ ശക്തിസിദ്ധി. അഥവാ ചുരുക്കി പറഞ്ഞാൽ ഇതാണ്, അതൊരു പഞ്ചായത്തിന്റെ ദൈവത്തെ കുറിച്ചല്ല, ഒരു ഗ്രാമത്തിന്റെയോ ഒരു രാജ്യത്തിന്റെയോ ഒരു ജനപദത്തിന്റെയോ ഒരു ഭാഷാ സംസ്കാരത്തിന്റെയോ ദൈവത്തെ പറയുന്ന വാക്കല്ല. പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം. ഈ വിശ്വമഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഹിരണ്യഗർഭ, എന്നെ നീ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് എത്തിക്കണമേ. അല്ലെ? അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്. ഇപ്പൊ നമ്മളൊക്കെ അസത്യത്തിലാണോ പരിശോധിക്കണം. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് എത്തിക്കണമെന്നാണ് പ്രാർത്ഥന. പിന്നെയോ തമസോമാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ജ്ഞാനത്തിലേക്ക് മനുഷ്യരെ നയിക്കുക. ശ്രീ ശങ്കരാചാര്യർ വന്നത് അതിനാണ്. വെളിച്ചത്തിലേക്ക്, ഇരുട്ട് മാറി വെളിച്ചത്തിലേക്ക്. വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാനെന്ന് നടിക്കുന്നു ചിലർ എന്ന് പൂന്താനം പറഞ്ഞത് അതുകൊണ്ടാണ്. എന്താ വിദ്യ? എന്താണ് ജ്ഞാനം? ആ ജ്ഞാനത്തിലെ ഏറ്റവും ശ്രേയസ്കരമായ കാര്യം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള യാത്രയാണ്. പിന്നെയോ നശ്വരമാണ് ഈ ജീവിതം. ഞാനും നിങ്ങളും ഇന്നില്ലെങ്കിൽ നാളെ മരിച്ചുപോകും. ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും മതനിഷേധിക്കും ഒക്കെ ഉറപ്പുള്ള ഒരു കാര്യമാണ് മരിക്കുന്നുള്ളത്. മരണത്തിന് ശേഷമോ? നമുക്കൊക്കെ അഭിപ്രായ ഭിന്നതയുണ്ട്. VR കൃഷ്ണ അയ്യർ മരണത്തിന് ശേഷം ജീവിതമുണ്ട് എന്ന് പുസ്തകം എഴുതിയാണ്. അതുപോലെ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സമ്മാനം എന്ന് വിളിച്ച ഇമ്മാനുവൽ കന്റ് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആള്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെങ്കിൽ, വേദങ്ങൾ പറയുന്ന മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെങ്കിൽ ആ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് അവതരിപ്പിക്കണം? ദൈവം അവതരിപ്പിക്കണം. ആരാ ദൈവം? ആരാ ദൈവം? ഓച്ചിറയിലെ ദൈവമാണോ? ഗുരുവായൂരിലെ ദൈവമാണോ? ഉള്ളാളത്തെയും ഭീമാപള്ളിയിലെയും അതുപോലെ ശബരിമലയിലെയും അങ്ങനെ പ്രാദേശിക തലത്തിലെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികളുടെ ദൈവമാണോ? അല്ല. ഞാൻ ആ ദൈവത്തെ പരിചയപ്പെടുത്തുന്നില്ല. സാക്ഷാൽ മനുഷ്യരുടെ ദൈവം, കൃമികീടങ്ങളുടെ ദൈവം, ലോകത്തിലെ സർവചരാചരങ്ങളെയും അടക്കി ഭരിക്കുന്ന അതീശാധികാരിയായ ഈ മഹാപ്രപഞ്ചത്തിന്റെ ശക്തിസിദ്ധി. അതാര? നമ്മളെയൊക്കെ സൃഷ്ടിച്ചവൻ, നമുക്കൊക്കെ വായുവും വെള്ളവും നൽകിയ ആ കരുണാമയനായ ജഗതീശ്വരൻ. അവനെ അറബിയിൽ അള്ളാഹു എന്ന് പറയും. അള്ളാഹു എന്ന് പറഞ്ഞ ഒരു പഞ്ചായത്തിന്റെ ദൈവമല്ല. അല്ല അല്ല. വിശുദ്ധ ഖുർആൻ നിങ്ങൾ പരിശോധിച്ചോളൂ. മലയാളത്തിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. വിശുദ്ധ ഖുർആനിന്റെ ഏത് വചനവും ആകാശത്തെയും ഭൂമിയെയും സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തെ കുറിച്ചാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. അതാണ് എന്നെ ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിച്ച അടിസ്ഥാനപരമായ ഘടകം. ആരെയും വേറിട്ട് കാണാൻ പഠിപ്പിച്ച ഒരു ദർശനത്തിന്റെ അനുയായി അല്ല ഞാൻ. മറിച്ച് എല്ലാവരെയും ഒന്നിച്ച് കാണാൻ നമുക്കിന്ന് സംഘടനമുണ്ട് നമ്മുടെ മനസ്സിൽ. ഇവിടെ വരുമ്പോൾ പോലും നമുക്ക് വേദനകളുണ്ട്. ജാതിയുടെ പേരിൽ നമ്മൾ ദുഃഖിച്ചിട്ടുണ്ട്, അല്ലേ? ജാതിയുടെ പേരിൽ നമ്മൾ ഒരുപാട് കണ്ണുനീർ കുടിച്ചിട്ടുണ്ട്, അല്ലേ? ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു തണ്ണീർ. കുമാരനാശാൻ പറയേണ്ടി വന്നതാ, അല്ലേ? എന്തിനു ഭാരതരെ കരയുന്നു, സ്വാതന്ത്ര്യം നിനക്ക് വിധികൽപ്പിതമാണതായേ എന്ന് പാടിയ കുമാരനാശാനോട് സോദരർ തമ്മിൽ പോരൊരു പോരല്ല, സൗഹൃദത്തിന്റെ കലങ്ങി പറയലാം എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജാതീയത നമുക്കൊരു
പ്രശ്നമായി അല്ലെ? ചാതുർവർണ്ണ്യം മായാസിദ്ധം ഗുണകർമ്മ വിഭാഗശേ. ശ്രീമദ് ഭഗവത്ഗീതയിൽ പിൽക്കാലത്ത് വന്നിട്ടുള്ള ഒരു ശ്ലോകമാണത്. തദീഹ രമണീയാം ശരണേ ഹഭ്യാശേ ഹൈതേ രമണീയാം യോനി. അപ്പൊ ദ്യോരൻ ബ്രാഹ്മണയോനി, വസുകരയോനി, ചണ്ടാലയോനി എന്ന് ഛന്ദോപനിഷത്തിൽ വന്നിട്ടുണ്ട്. അതൊക്കെ പിൽക്കാലത്തുണ്ടായിട്ടുള്ള. അവിടെ നമ്മൾ എന്താണ്? നമ്മൾ മനുഷ്യരാണ്. നമ്മൾ ആരാണ്? നമ്മൾ മനുഷ്യരാണ്. നമ്മൾ ആരാണ്? നമ്മൾ മനുഷ്യരാണ്. ഈ ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകും. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ജൈനൻ, ബൗദ്ധൻ, സിഖ്, പായ്സി എന്നൊക്കെ പറയുമ്പോഴും അടിസ്ഥാനപരമായി നമ്മൾ ആരാണ്? അടിസ്ഥാനപരമായി നമ്മളൊക്കെ ഭാരതീയരാണ്, ഇന്ത്യക്കാരാണ്. ഇന്ത്യയുടെ സവിശേഷത എന്താ? ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, സിനിമ കാണില്ല, സംഗീതം ആസ്വദിക്കില്ല, വിജ്ഞാനം നുകരുകയാണ്. മനുഷ്യനെ മനുഷ്യനാക്കുന്ന അറിവ് വിളമ്പിത്തരുന്ന ഒരു പാൽപ്പായസം പോലെ നമ്മുടെ വായിൽ ഒഴിച്ചു തരുന്ന മഹാവിജ്ഞാനത്തിന്റെ ജ്യോതിസാണ് ഈ പറയുന്നത് കേട്ടോ. ആ വിജ്ഞാനമാണ് ഇവിടെ പകർന്നു തരുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, അതുകൊണ്ട് ശ്രദ്ധിക്കണം, നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഞാനിവിടുന്ന് ഈ പ്രഭാഷണം കഴിഞ്ഞ് ദൈവാനുഗ്രഹത്താൽ ഇവിടുന്ന് പോവും. പക്ഷേ നിങ്ങളെന്നെ കണ്ടുകൊള്ളണമെന്നില്ല, ഇനി ഞാൻ നിങ്ങളെയും കണ്ടുകൊള്ളണമെന്നില്ല. പക്ഷേ എന്റെ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കണം. നാം ആരാ? നാം ഹിന്ദുവോ, മുസ്ലിമോ, ക്രിസ്ത്യാനിയോ, ജൈനനോ, ബൗദ്ധനോ, മതമുള്ളവനോ ഇല്ലാത്തവനോ? നാം ആരാ? നാം അടിസ്ഥാനപരമായി ദൈവത്തിന്റെ അടിമകളാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സവിശേഷത എന്താ? എല്ലാ മതങ്ങളെയും സ്വീകരിക്കാനുള്ള വിശാലമായ ഒരു വീക്ഷണം ഇന്ത്യക്ക് ഉണ്ടായില്ലേ? ഉണ്ടായില്ലേ? ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യത്ത്, വത്തിക്കാൻ, സൗദി അറേബ്യ, ഇതൊക്കെ നിങ്ങൾ നോക്കൂ. ഓരോ രാജ്യം, ഓരോ അറബ് രാജ്യങ്ങൾ, ഓരോ ക്രൈസ്തവ രാജ്യങ്ങൾ. ഇന്ത്യയോ? ഇന്ത്യ ഈസ് എ സെക്കുലർ സ്റ്റേറ്റ്. ഇന്ത്യ കൾച്ചറൽ പ്ലൂറാലിറ്റിയുടെ, കൾച്ചറൽ ടോളറൻസിന്റെ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയുടെ നാടാണ് ഇന്ത്യ. ദി പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. ഫണ്ടമെന്റൽ റൈറ്റ്, ഫണ്ടമെന്റൽ റൈറ്റ്. ഇഷ്ടമുള്ള മതം എനിക്ക് സ്വീകരിക്കാൻ, എന്റെ ഭാസ്കരേട്ടനെ എന്നോട് വിയോജിക്കാൻ, മുസ്ലിമായ എന്നോട് ഭാസ്കരേട്ടനെ വിയോജിക്കാൻ സ്വാതന്ത്ര്യമുള്ള നാട്, സ്നേഹം പങ്കുവെച്ച നാട്. സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്ന് പാടിയ കുമാരനാശാന്റെ നാട്. അല്ലേ അല്ലേ അല്ലേ? അങ്ങനെയല്ലേ? ഒരച്ഛനമ്മമാർക്ക് പിറന്ന മക്കൾ, ഓർത്താരൊരൊറ്റ തറവാട്ടുകാർ നാം. നാഥന്റെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കും തൻ മുന്തിരി കൊത്ത മനുഷ്യവർഗം. കണ്ടോ? ഒരച്ഛന്റെ ഒരു അമ്മയുടെ മക്കള്. ബാല, എടാ ബാല, സുരേന്ദ്ര, ദേവകി, കല്യാണി അമ്മ, ഞാനും നീയും ജ്യേഷ്ഠാനുജന്മാരാണ്, സഹോദരങ്ങളാ, തമ്മിൽ തല്ലേണ്ടവരല്ല. അല്ലേ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ മകൻ കൊല്ലപ്പെടുമ്പോൾ വേദനിക്കുന്ന ഒരു അമ്മയുടെ ഹൃദയം ഓർത്തിട്ടുണ്ടോ? ഹിന്ദു കുടുംബത്തിലെ ഒരു അംഗം വെട്ടിനുറുക്കപ്പെടുമ്പോൾ, മുസ്ലിമിനാൽ കൊല്ലപ്പെടുമ്പോൾ, മുസ്ലിംകളിൽപ്പെട്ട ആയിരങ്ങളെ ഹിന്ദുക്കൾ കൊന്നൊടുക്കുമ്പോൾ എന്താ അവിടെ തകരുന്നത്? ആരാ എന്താ നേടിയത്? ഇത്രയും കാലം കൊണ്ട് അമ്മയുടെ കണ്ണുനീരല്ലാതെ, വിധവകളുടെ ദീനരോധനങ്ങളല്ലാതെ, മക്കളുടെ കരച്ചിലുകളല്ലാതെ ഈ രാജ്യത്തിന്റെ ഗാത്രം എന്ത് കേട്ടു? അല്ലേ? ഭാരതത്തിന്റെ കൂടെ തമസാനദിയുടെ തീരത്ത് വാൽമീകി ചെന്നപ്പോ ക്രൗഞ്ച മിഥുനങ്ങളിൽ ഒന്നിനെ അമ്പെയ്തു കൊല്ലാൻ ശ്രമിച്ച കാട്ടാളനോട് മാനിഷാദ പ്രതിഷ്ഠാത്മകു, അരുത് കാട്ടാള, അരുത് കാട്ടാള, ഒരു പക്ഷിയെ പോലും കൊല്ലരുത്. എങ്കിൽ മനുഷ്യരെ കൊല്ലാൻ പറ്റുമോ? മനുഷ്യൻ എന്ന ഉദാത്തമായ ജീവിയെ കൊല്ലാൻ പറ്റുമോ? കൊല്ലാൻ പറ്റില്ല. അരുത്, അരുത്, ഒരു പക്ഷിയുടെ രക്തം പോലും ഈ ഭൂമിയിൽ വീഴരുത്. ആയിരം മനുഷ്യരുടെ രക്തം വീണ് പാപമംഗിലമായ ഇന്ത്യയുടെ ഗാത്രത്തിൽ നിന്നുകൊണ്ടാണ് സവിശേഷമായി ഹൈന്ദവ സമൂഹം ആദരിക്കുന്ന ഒരു മഹാക്ഷേത്രാങ്കണത്തിലെ ഓഡിറ്റോറിയത്തിലെ ഭക്തജനങ്ങളുടെ മുമ്പിലാണ് ഈയുള്ളവൻ വചനാമൃതങ്ങൾ അവതരിപ്പിക്കുന്നത് എന്ന കൃത്യമായ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു. എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ മുസ്ലിങ്ങളെ കൊന്നിട്ട്, എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ കൊന്നിട്ട്, എന്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ രാജ്യങ്ങളെ, ക്രൈസ്തവരെ ലോകരാജ്യങ്ങളിൽ ബോംബിട്ടിട്ട് നിങ്ങൾ എന്ത് നേടി? വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒന്ന്. പിന്നെയോ രണ്ടാമത്തത്, നമ്മളാരാ? നമ്മളാരാ? ബാന്ധവാ മാനവ സർവേ സ്വദേശാഭുവനത്രയം. ബാന്ധവാ മാനവ, മനുഷ്യരെ, നിങ്ങളൊരു കുടുംബത്തിലെ അംഗങ്ങൾ. സർവേ സ്വദേശാഭുവനത്രയം. അങ്ങനെ പഠിപ്പിച്ച ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഭാരതാംബയുടെ കണ്ണിലെ കരടാവോ? ആവോ? ആകാൻ പാടുണ്ടോ? മുസ്ലിങ്ങൾക്ക് ഹൈന്ദവര് കണ്ണിലെ കരടാകാൻ പാടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ നോക്ക്, മഹാത്മാഗാന്ധി രാമഭക്തനായിരുന്നു, അല്ലേ? ഗോഡ്സെ വെടിവെച്ചപ്പോ എന്താ മഹാത്മാഗാന്ധി പറഞ്ഞത്? രാമ 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 എന്ന് പറഞ്ഞാ മരിച്ചത്. അതേ രാമഭക്തനായ മഹാത്മാഗാന്ധി
അബുൽ കലാം ആസാദിന്റെ ചുമലിൽ കൈവച്ച് അല്ലാഹുവേ എന്ന് വിളിച്ച അബുൽ കലാം ആസാദുമായി ഐക്യത്തിൽ ജീവിച്ച ഭാരതത്തിന്റെ സവിശേഷമായ പവിത്രത, ചരിത്രത്തിന്റെ ഇന്നലകൾക്കപ്പുറത്ത് നാം അറിയാതെ മറന്നുപോയ ചരിത്രപാഠങ്ങളിൽ ഒന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രസംഗത്തിലെ ആദ്യത്തെ ഭാഗം ഇതാ: നമ്മൾ മനുഷ്യരാണ്. ഇനി നിങ്ങൾ ആലോചിച്ചു, വിശുദ്ധ ഖുർആൻ എന്താ? ഖുർആൻ നിങ്ങൾക്കൊക്കെ തെറ്റിദ്ധാരണയുണ്ടാവും. ഞാൻ ഒരുപാട് വേദവാക്യങ്ങൾ ഉദ്ധരിച്ചു. എന്താണ് ഖുർആൻ? എന്താണ് ബൈബിൾ? ബൈബിൾ, ഖുർആൻ, വേദങ്ങൾ, തെന്നവസ്, തെൽമൂദ്, ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ, അതിലേറെ ശ്രദ്ധേയമായ ദശോപനിഷത്ത്, ഈശാവാശോപനിഷത്ത്, ബൃഹദാരണ്യോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, കടോപനിഷത്ത്, ശേഖരോപനിഷത്ത്, തൈത്തിരീയോപനിഷത്ത്, ഇതൊക്കെ ഉപനിഷത്തുക്കളാണ്. ആരണ്യകങ്ങൾ, ശ്രുതികൾ, സ്മൃതികൾ. ശ്രുതികളും സ്മൃതികളും രണ്ടായി വേദങ്ങളെ തിരിച്ചു, അല്ലെ? ഉപാസനാകാന്ഡമുണ്ട്, അതുപോലെ തന്നെ നമ്മൾ പലതിനെയും വിജ്ഞാനകാന്ഡമുണ്ട്. അങ്ങനെ കാണ്ഡങ്ങളായി, ഖണ്ഡികകളായി തിരിച്ചു. ഋഗ്വേദത്തിന് 10 മണ്ഡലങ്ങളുണ്ട്, യജുർവേദമുണ്ട്, അങ്ങനെ പല അധ്യായങ്ങളുമുണ്ട്. അതുപോലെ തെന്നവസുണ്ട്, തെൽമൂദുണ്ട്. ഇങ്ങനെ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഉണ്ട്, ന്യൂ ടെസ്റ്റ്മെന്റ് ഉണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒടുവിലത്തെ ഒരു ഗ്രന്ഥമുണ്ട്. അത് അറബി ഭാഷയായതുകൊണ്ട് ആ ഭാഷയോട് വിയോജിപ്പുണ്ടാകാൻ പാടുണ്ടോ? ഉണ്ടോ? പാടില്ല. ഭാഷയെല്ലാം ദൈവദത്തമാണ്. വിശുദ്ധ ഖുർആൻ. ഞാൻ നിങ്ങൾക്ക് 3 സൂക്തങ്ങൾ ഖുർആനിൽ നിന്ന് പരിചയപ്പെടുത്തി തരാം. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക, ഈ 3 സൂക്തം ഉൾക്കൊള്ളുന്ന ഖുർആൻ മനുഷ്യരെ കൊല്ലാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? മനുഷ്യന്റെ കഴുത്തറക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? വിമർശിക്കുമ്പോഴേക്ക് മാശ കൈവെട്ടാൻ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ കേൾക്കണം. ഇത് എന്റെ ബാധ്യതയാണ്. ഇസ്ലാം എന്താന്ന് പറയാൻ എന്റെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 213-ാമത്തെ സൂക്തം. ആ സൂക്തത്തിൽ പറയണം, മതം എന്ത് പഠിപ്പിക്കുന്നു നമ്മൾ അറിയണം, എന്നിട്ട് നമ്മൾ നന്നായി ജീവിക്കണം. ഏത് മതം വിശ്വസിക്കുമ്പോഴും അന്യന്റെ മതവിശ്വാസങ്ങളെ നമ്മൾ ശക്തമായി എതിർക്കുമ്പോഴും മനുഷ്യരെന്ന നിലയിൽ അവരോടുള്ള സ്നേഹം, അടങ്ങാത്ത സ്നേഹം, അത് കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കാത്തത് ഇന്ന് നമുക്ക് യഥാർത്ഥ മതമല്ല പഠിപ്പിക്കപ്പെടുന്നത്. അതിന്റെ തകരാറുണ്ട് നമുക്ക്. ആ തകരാറ് നമ്മൾ തിരിച്ചറിയണം. അത് ഹിന്ദു സമൂഹം അറിയണം, മുസ്ലിം സമുദായം അറിയണം. നേതൃത്വത്തിന് വലിയ പങ്കുണ്ട്. ഇവിടെ ഇരിക്കുന്ന സ്വാമിജികളോട്, ഇവിടെ ഇരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിലെ ആദരണീയ പണ്ഡിതനോട് ഒക്കെ എനിക്ക് സൂചിപ്പിക്കാം, ഞാൻ മുസ്ലിം വിഭാഗത്തിന്റെ, ഒരു സമൂഹത്തിന്റെ ഇസ്ലാമിക ധർമ്മത്തിൽ എളിഞ്ഞു പിന്നെ നിൽക്കുന്ന ഒരു എളിയ പ്രബോധകനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബാധ്യതയുണ്ട്. വിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത്? കാനന്നാസു ഉമ്മത്തൻ വാഹിദ ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീന വഅൻസല മഅഹുൽ കിതാബ ബിൽ ഹഖ് ലിയഹ്കുമ ബൈനന്നാസ് ഫീമാ ഇഖ്തലഫു ഫീ. വിശുദ്ധ ഖുർആൻ പറയട്ടോ, മനുഷ്യർ അടിവരയിടണോ? എന്റെ പ്രിയപ്പെട്ട പാലാട്ട, ഇതൊന്ന് അടിവരയിടണം. ദേവാ, സുരേന്ദ്ര, എല്ലാവരും, ദേവകി അമ്മയോടൊക്കെ, എന്റെ അനുജത്തിമാരോട്, ശ്രീദേവിയോട്, ദമയന്തിയോട്, കല്യാണിയോട്, ഏലിയമ്മയോട്, സാറാമ്മയോട് എന്താ പറയുന്നത്? മനുഷ്യർ ഒരൊറ്റ സമുദായമായി. നിങ്ങൾ വ്യത്യസ്തരല്ല. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ജൈനൻ, ബൗദ്ധൻ, പാശ്ചാത്യൻ, പൗരസ്ഥൻ, കറുത്തവൻ, വെളുത്തവൻ, തൊട്ടുകൂടാത്തവൻ, തീണ്ടിക്കൂടാത്തവൻ അല്ല. നിങ്ങളൊരൊറ്റ സമുദായം, ഒരു തറവാട്ടിലെ അംഗങ്ങൾ. ഞാൻ ഒന്ന് വളരെ ഹൃദയമായി പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ തറവാട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്റെയും നിങ്ങളുടെയും തറവാട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ അച്ഛനും അമ്മയും വളർന്ന തറവാട്, നമ്മുടെ അച്ഛനും നമ്മുടെ അമ്മയും വളർന്ന തറവാട് ഇടിഞ്ഞു പൊളിഞ്ഞു വീണിരിക്കുന്നു, മാറാല കെട്ടിയിരിക്കുന്നു, ഏഴുബന്ധുക്കൾ വന്നിരിക്കുന്നു. ആ തറവാട് സംരക്ഷിക്കേണ്ട ബാധ്യത എനിക്കും നിങ്ങൾക്കുണ്ട്. നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും തറവാട്, നമ്മുടെ വാപ്പയുടെയും ഉമ്മയുടെയും തറവാട്. നോക്കൂ, കാനന്നാസു ഉമ്മത്തൻ വാഹിദ. മനുഷ്യ സമുദായം ഒരേക സമുദായം. അവർ ഭിന്നിച്ചു. കണ്ടോ? ഏക സമുദായമായിട്ട് അവർ ഭിന്നിച്ചപ്പോൾ അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ ദൈവം പ്രവാചകന്മാരെ അയച്ചു. എന്നിട്ട് അവരെ ഏകത്വത്തിലെ, എങ്ങനെ? ജ്യേഷ്ഠനും അനുജനും പരസ്പരം തിരിച്ചറിഞ്ഞില്ല. ദേവകി ഭാസ്കരന്റെ അനുജനായിരുന്നു, മഹിമന്റെ അനുജത്തിയായിരുന്നു. തിരിച്ചറിഞ്ഞപ്പോ തറവാട്ടിലേക്ക് മടങ്ങണം. വിശുദ്ധ ഖുർആൻ മാനവരാശിയെ പഠിപ്പിക്കുന്ന കാതലായ കാര്യം അതാ, തറവാട്ടിലേക്ക് തിരിച്ചു നടക്കുക. എന്റെ പ്രസംഗത്തിന്റെ മെസ്സേജ് തന്നെ അതാ. എല്ലാ മനുഷ്യകുലത്തിന്റെ തറവാട്ടിലേക്ക് എല്ലാവരും മടങ്ങിപ്പോവുക. മനുഷ്യകുലത്തിന്റെ തറവാട്, നമ്മുടെ തറവാട്, ആ തറവാട്ടിലേക്ക് നമ്മൾ മടങ്ങിപ്പോണം. അതാണ് നമ്മുടെ മുന്നിലുള്ളത്. എന്നിട്ടോ വിശുദ്ധ ഖുർആൻ വീണ്ടും പറയാണ്, ജനങ്ങൾ ഭിന്നിച്ച വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാനായി പ്രവാചകന്മാരെ തെരഞ്ഞെടുത്തയച്ചു. പ്രവാചകന്മാർ വന്നതെന്തിനാ? കൃഷീശ്വരന്മാർ വന്നതെന്തിനാ? നന്മ പഠിപ്പിക്കാനാ, തിന്മ പഠിപ്പിക്കാനല്ല, നല്ലത് പഠിപ്പിക്കാൻ. നല്ലത്, ദൈവത്തെ മാത്രം ആരാധിക്കണം, വഞ്ചിക്കരുത്, ചതിക്കരുത്,
ഭാര്യയെ സംരക്ഷിക്കണം, അതുപോലെ മദ്യപിക്കരുത്, പലിശക്ക് കൊടുക്കരുത് തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ വിഷയത്തിൽ വേദഗ്രന്ഥം മനുഷ്യരെ പഠിപ്പിച്ചു. ഒരു വാചകം കൂടെ നിങ്ങൾ നോക്കൂ. വമാ കാനന്നാസു ഉമ്മത്തൻ വാഹിദ ഫഖ്തലഫു വലൗലാ കലിമത്തുൻ. നോക്കൂ, മനുഷ്യർ ഒരൊറ്റ സമൂഹമായിരുന്നു, എന്നിട്ട് അവർ ഭിന്നിക്കുകയാണ് ഉണ്ടായത്. കണ്ടോ? എന്നിട്ട് അവർ ഭിന്നിച്ചുപോയി. നമ്മളൊക്കെ ഒന്നായിരുന്നു, നമ്മൾ ഭിന്നിച്ചുപോയി. ഈ ഭിന്നത തീർക്കാൻ എന്താണ് വഴി? വിശുദ്ധ ഖുർആൻ ആ കാര്യം പറയുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ സ്നേഹപുരസ്സരം തള്ളിക്കളയാം. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ വഅന റബ്ബുക്കും ഫത്തഖൂൻ. നോക്കൂ, തീർച്ചയായും ഇതാകുന്നു നിങ്ങളുടെ ഏക സമുദായം, നിങ്ങളുടെ ദൈവം ഏകനാകും. ആ ഏകനായ ദൈവത്തെ നിങ്ങൾ ആരാധിച്ചാൽ നിങ്ങൾ സൗഖ്യത്തിലും സൗഭാഗ്യത്തിലുമായി തീരും. ഇത് ഉജ്ജ്വലമായ ഒരു മെസ്സേജാണ്. ഇപ്പൊ നിങ്ങൾ നോക്ക്, നമുക്കിടയിൽ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്ക്, നമ്മൾ എന്തുകൊണ്ടാണ് ഭിന്നിച്ചു പോയത്? അപ്പൊ നമ്മൾ ഒരു വിഭാഗം ആളുകൾ അവരുടെ ദൈവത്തിലേക്ക് ക്ഷണിക്കും, വേറൊരു വിഭാഗം അവരുടെ ദൈവത്തിലേക്ക് ക്ഷണിക്കും. ഈ ദൈവമാണ് ഞങ്ങൾക്ക് പ്രസാദിക്കുന്നതെന്ന് പറയും. അടിസ്ഥാനപരമായാണോ? അടിസ്ഥാനപരമായി ഒറ്റ ദൈവമാണ് ഇതൊക്കെ പ്രസാദിക്കുന്നത്. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കും? വേദം പഠിച്ചു നോക്ക്. നിങ്ങൾ വേദം പഠിച്ചു നോക്ക്. ഋഗ്വേദം ഞാൻ പറയാം. ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലം 121-ാമത്തെ ഋക്ക് 1-ാമത്തെ സൂക്തം. എങ്ങനെ? ഋഗ്വേദം 10 മണ്ഡലങ്ങളാണ്. അതിന്റെ 10-ാം മണ്ഡലം 121-ാമത്തെ ഋക്ക് 1-ാമത്തെ സൂക്തം എന്താ? ഹിരണ്യ ഗർഭഃ സമവർദ്ധതാഗ്രേ ഭൂതസ്യ ജാതപതിരേക ആസീത് സദാകാര പൃഥിവ്യൂം ദ്യാമോ ദേവായ കസ്മൈ ദേവായ അവിശാപിതേമാ. നോക്കൂ, ഈ മഹാപ്രപഞ്ചത്തെ ഗർഭം ധരിച്ച പ്രപഞ്ചത്തിന്റെ നാട്, ഈ ആകാശം നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. ഇപ്പൊ മനുഷ്യവാസം ഇവിടെയുണ്ട്. മനുഷ്യവാസമില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ? മനുഷ്യർ ഈ ഭൂമുഖത്തില്ലാത്ത കാലഘട്ടം. ചിന്തിക്കണം, ഈ പോയിന്റ് പ്രത്യേകമായി ചിന്തിക്കണം. മനുഷ്യവാസം ഈ ഭൂമുഖത്തില്ലാത്ത കാലഘട്ടത്തിൽ ആകാശമുണ്ടോ? ഉണ്ട്. ഭൂമിയുണ്ടോ? ഉണ്ട്. മഴയുണ്ടോ? ഉണ്ട്. കാനനങ്ങളുണ്ടോ? ഉണ്ട്. കാട്ടാറുകളുണ്ടോ? ഉണ്ട്. കൃമികീടങ്ങളുണ്ടോ? ഉണ്ട്. അന്ന് ദേവാലയമുണ്ടോ? ഇല്ല. ദൈവവിശ്വാസികളെന്ന് മനുഷ്യരുണ്ടോ? ഇല്ല. എങ്കിൽ ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കുന്നു, മനുഷ്യവാസമില്ലാത്തതിന്റെ മുമ്പ്, ദേവാലയങ്ങളില്ലാത്തതിന്റെ മുമ്പ്, പ്രത്യേക പ്രതിഷ്ഠകളില്ലാത്തതിന്റെ മുമ്പ് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ആ ശക്തിയാരാ? ആ ശക്തിയാവുന്നു നമ്മുടെ ഒക്കെ സൃഷ്ടാവ്. അവനെ ആരാധിക്കാനേ വേദം പറഞ്ഞുള്ളൂ, അല്ലേ? സ്വാമി വിവേകാനന്ദ സാഹിത്യ സർവസ്വം, വിവിധ വോള്യങ്ങൾ. അതിൽ അദ്ദേഹം പറയുന്നത്, ചില ആളുകൾ ആ ദൈവത്തെ ഈശ്വരൻ എന്ന് വിളിക്കുന്നു, ചില ആളുകൾ അള്ളാഹു എന്ന് വിളിക്കുന്നു, ചില ആളുകൾ യഹോവ എന്ന് വിളിക്കുന്നു. ഏത് പേരിൽ വിളിച്ചാലും ഒറ്റനാഥൻ. ഋഗ്വേദത്തിന്റെ 1-ാം മണ്ഡലം ഏകം സത്വഹുത അഭിപ്രാവതന്തി യോ ദേവാനാം നാമഥ ഏകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ. സർവലോകങ്ങൾക്കും സർവഭൂഖണ്ഡങ്ങൾക്കും ആശ്രയിക്കാൻ പറ്റിയ ദൈവം. വിശുദ്ധ ഖുർആൻ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായം 114-ാമത്തെ അധ്യായമാണ്. അധ്യായത്തിന്റെ പേരെന്താണെന്നറിയോ? അന്നാസ്, മനുഷ്യർ. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ജൂതൻ, ജൈനൻ എന്നല്ല, മനുഷ്യർ. മാസ്, പീപ്പിൾ, മനുഷ്യർ. അതിലെ പ്രാർത്ഥന എങ്ങനെയാണെന്നറിയോ? മനുഷ്യരുടെ ദൈവമേ, ഞാൻ നിന്നോട് സഹായം തേടുന്നു. അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ വർഗീയത പൂർണ്ണമായിട്ട് അവസാനിക്കും. മനുഷ്യരുടെ ഈശ്വര, മനുഷ്യരുടെ ദൈവമേ, നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ എല്ലാ വേദങ്ങളും പഠിപ്പിക്കുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. മഹാനിർവഹണ സ്തോത്രം എന്നൊരു സ്തോത്രമുണ്ട്. അതറിയാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ വേദപണ്ഡിതനല്ല, പക്ഷേ മതത്തിന്റെ സാരാംശങ്ങൾ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വളരെ കൃത്യമായ ഒരു പ്രാർത്ഥന എന്താണെന്നറിയോ? ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത് കർത്തൃ പാതൃ പ്രഹർത്തൃ ത്വമേകം പരമിച്ഛലം നിർവികൽപ്പം. എന്തായാലും ആരാധനകൾ മുഴുവനും ഈശ്വര നിനക്കാണ്. എന്റെ ശരണം വിളികൾ മുഴുവനും നിനക്കാണ്. എന്റെ കാലുകൾ മുള്ളു നിറച്ചാൽ പോലും നമ്മൾ വിളിക്കേണ്ടതാരെ? പ്രപഞ്ചത്തിന്റെ നാഥനെ, സാക്ഷാൽ ദൈവത്തെ, ദൈവത്തിന്റെ സൃഷ്ടികളെയല്ല എന്ന് വളരെ വ്യക്തമായി വേദം പഠിപ്പിക്കുന്നു. സ്വാമി ദയാനന്ദ സരസ്വതി സത്യാർത്ഥപ്രകാശം, ലൈറ്റ് ഓഫ് ട്രൂത്ത് 515-ാമത്തെ പേജ്, 12-ാമത്തെ പേജ്, 13-ാമത്തെ പേജ്, 38-ാമത്തെ പേജ്, ഈ പേജുകൾ നിങ്ങൾ വായിച്ചാൽ ഞെട്ടി അത്ഭുത പരതന്ത്രരായിപ്പോ. അതെന്താ? ഈ ഓച്ചിറ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. അതെന്താ? അമ്പലമില്ലാതെ ആർത്തറയിൽ വാഴുന്ന ഓങ്കാരമൂർത്തി ഓച്ചിറയിൽ. ഇവിടെ ഈ അമ്പലത്തിനുള്ളിൽ പ്രതിമയില്ലാന്ന
പ്രതിമയില്ലാന്ന്. യഥാർത്ഥത്തിൽ ദൈവത്തിന് പ്രതിമയുണ്ടോ? യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ ശ്ലോകം പറയുന്നത് നസ്യ പ്രതിമ ആസ്തി, നസ്യ പ്രതിമ ആസ്തി. ആ ദൈവത്തിന് പ്രതിമയില്ല. പ്രതിമയില്ലാത്ത ദൈവം നമ്മുടെയൊക്കെ ഈശ്വരൻ, നമുക്കെല്ലാവർക്കും ഒരേപോലെ പ്രാർത്ഥിക്കാൻ പറ്റിയ സാക്ഷാലുള്ള ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ. അത് ആ ദൈവത്തെ ആരാധിച്ചാൽ നമുക്കിടയിലുള്ള വർഗീയത തീർന്നു, നമുക്കിടയിലുള്ള സംഘടനം തീർന്നു, നമുക്കിടയിലെ ബാബരി മസ്ജിദ് അവസാനിച്ചു, നമുക്കിടയിലെ സകല കലാപങ്ങളും അവസാനിച്ചു. ഏകനായ ദൈവത്തെ ബൈബിൾ കൃത്യമാണ്. ബൈബിളിലെ ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ സൂക്തം എന്താണെന്നറിയോ? ഒറേബ്യൻ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞാൻ നീയുമായി സംസാരിച്ചപ്പോൾ നീ എന്റെ രൂപം കണ്ടിട്ടില്ല. അശോ അങ്ങനെ തന്നെയാണ്. ഒറേബ്യൻ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞാൻ നീയുമായി സംസാരിച്ചപ്പോൾ എന്റെ രൂപം നീ കണ്ടിട്ടില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ആ വാചകം മലയാളത്തിൽ തുടങ്ങണ അങ്ങനെ, ശ്രദ്ധിക്കുക. ആണിന്റെയോ പെണ്ണിന്റെയോ രൂപമുണ്ടാക്കി നീ അതിന്റെ മുമ്പിൽ ദൂഷിതനാകരുത്. ആകാശത്തിലെ പർവ്വചാരികളുടെയോ ഭൂമിയിലെ ഉരകവർഗങ്ങളുടെയോ ആഴിയിലെ മത്സ്യാദികളുടെയോ ഒന്നിന്റെയും രൂപം, സൂര്യന്റെ ചന്ദ്രന്റെ ഒന്നിന്റെയും അവക്ക് മുമ്പിൽ നീ സാത്താങ്ക പ്രണമിക്കരുത്. എന്നിട്ടും ക്രൈസ്തവർ വിഗ്രഹത്തെ ആരാധിക്കുന്നു, എന്നിട്ടും ഹൈന്ദവർ വിഗ്രഹത്തെ ആരാധിക്കുന്നു, എന്നിട്ടും മുസ്ലിങ്ങൾ ഓച്ചിറ ഉപ്പാപ്പയെ ആരാധിക്കുന്നു. ഇവിടെയാണ് നമ്മളൊക്കെ തെറ്റിപ്പോയത്, ഇവിടെയാണ് നമ്മളൊക്കെ പിഴച്ചുപോയത്. അവിടെ നമ്മൾ സാക്ഷാൽ നമുക്ക് വായു നൽകിയ, നമുക്ക് വെള്ളം നൽകിയ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8ാമത്തെ പുത്രനായിട്ടാണ് ശ്രീകൃഷ്ണൻ ജനിക്കുന്നത്, അല്ലെ? ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8ാമത്തെ പുത്രനായി. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ ബാല, എന്ത് മനസ്സിലാക്കാൻ രവി? അതിൽ ഇതാണ് മനസ്സിലാക്കാൻ. എന്താണ്? ഒരു ചിങ്ങമാസത്തിൽ അർദ്ധരാത്രിയിൽ ദേവകിക്ക് 8ാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിച്ചു എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? ആ അമ്മ 7 മക്കളെ മുമ്പ് പ്രസവിച്ചു. ആ അമ്മയെ ഗർഭം ധരിപ്പിച്ച ശക്തിയാര്? ആ അമ്മയ്ക്ക് ഗർഭപാത്രം നൽകിയ ശക്തിയാര്? അവനാകുന്നു സാക്ഷാൽ ദൈവം. അവനെയാണ് ആരാധിക്കേണ്ടത്. എങ്കിൽ മനുഷ്യരൊക്കെ ഒന്നായി ചേരും. മനുഷ്യരൊക്കെ ഇപ്പൊ സൂര്യൻ, ഞാൻ നിങ്ങളോട് ഈ ക്ഷേത്രത്തിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇതാ ആകാശം കണ്ടുവോ ബാല? കണ്ടു. സുരേന്ദ്ര ഭൂമി കണ്ടുവോ? കണ്ടു. ഈ ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ സൃഷ്ടിച്ച സാക്ഷാൽ ഈശ്വരൻ, അവനെ ആരാധിക്കുക. അതാണ് ത്വമീശ്വരാണം പരമം മഹേശ്വരം താം ദേവതാനാം പരമം ച ദൈവതം പതിപതിന പരമം പരസ്താത് വിധാമദേവം ഭുവനേശമേത്യം. സകല ലോകത്തിന്റെയും ആരാധ്യൻ, സകലരുടെയും ആരാധ്യൻ, എല്ലാ ദേവീ ദേവന്മാരുടെയും പരമാരാധ്യൻ ആ ഈശ്വരനെ നമിച്ചാലും. ഹിന്ദുധർമ്മ പരിചയം എന്നൊരു പുസ്തകമുണ്ട്. കെ പരമേശ്വരൻ പിള്ള എഴുതിയിട്ടുള്ള ഹിന്ദുധർമ്മ പരിചയം. പി പരമേശ്വരനല്ല, പി പരമേശ്വരൻ പിള്ള വിചാരകേന്ദ്രം ഡയറക്ടറാണ്. അത് വ്യത്യാസമുണ്ട്. പുറനാട്ടുകര, പിന്നെ ശ്രീരാമകൃഷ്ണ മഠം. ആ പുസ്തകത്തിന്റെ ഒന്നോ പലതോ എന്ന ചാപ്റ്റർ 148-ാമത്തെ പേജ്. അതിൽ പറയാണ്, ഒരു ദേവിക്കും ഒരു ദേവനും ഈശ്വരൻ കഴിവ് കൊടുക്കാതെ ഒരു പുൽക്കൊടി പോലും നീക്കാൻ സാധ്യമല്ല എന്നാണ്. ഒരു ദേവിക്കും സ്വന്തമായി കഴിവില്ല, ഒരു ബീവിക്കും സ്വന്തമായി കഴിവില്ല. ഇത് എന്നെ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു, ഇത് എന്നെ മുസ്ലിങ്ങൾ ഒരു ഭാഗം വിശ്വസിക്കുന്നു. ഇത് ശരിയല്ല എന്നാണ് വേദം പഠിപ്പിക്കുന്നത്. ഇത് ശരിയാണ് എന്നല്ല, ഇത് ശരിയല്ല എന്നാണ്. എല്ലാം നിയന്ത്രിക്കുന്നത് സാക്ഷാൽ ആ പരബ്രഹ്മമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീത ഭീഷ്മപർവം മുതലാണ് ആരംഭിക്കുന്നത്. മഹാഭാരതത്തിലെ 25-ാമത്തെ ചാപ്റ്റർ മുതൽ 42 വരെ നീണ്ടു കിടക്കുന്ന 18 അധ്യായമുള്ള ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയാണെന്ത്? അവിടെ വ്യക്തമായി പറയുന്നു, വേദം അവ്യക്തം വ്യക്തിമാപന്യം മന്യന്തേ മാമബുദ്ധയാ പരംഭാവമജാനന്തോ മാമാദേയമനുത്തമം. ദൈവം എന്ന് പറഞ്ഞാൽ വ്യക്തികളെ പ്രാപിച്ചു വരുന്നവനല്ല ദൈവം. ദൈവം സാക്ഷാൽ ഈശ്വരനാണ്. യഥാർത്ഥത്തിൽ ശ്രീമദ് ഭഗവത്ഗീതയുടെ 4-ാം അധ്യായം 7-8 ശ്ലോകത്തിൽ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യം തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മം സ്ഥാപിക്കാൻ, അധർമ്മമില്ലായ്മ ചെയ്യാൻ, സാധുക്കളെ സംരക്ഷിക്കാൻ, ദുഷ്ടജനങ്ങളെ നിഗ്രഹിക്കാൻ, അതാണ് ധർമ്മബോധം എന്ന് പറയും. പ്രവാചകന്മാരെ ഇസ്ലാം അയക്കുക, മനുഷ്യരിൽ നിന്ന് തന്നെയുള്ള പ്രവാചകന്മാരെ. അവർ വന്നിട്ട് മനുഷ്യരെ, നമ്മളെയൊക്കെ ആ ദൈവ മതത്തിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോയി. ഒറ്റ മതം, സാക്ഷാൽ ഏകം സത് ബഹുത. എവിടെയാണ്? ബ്രഹ്മകർമ്മ സമാധിന. ബ്രഹ്മത്തിൽ കർമ്മം ചെയ്ത് സമാധിയത്. സാക്ഷാൽ ദൈവത്തെ ആരാധിച്ച്
അവന്റെ കൽപ്പനകൾ ശിരസാവഹിച്ച് ജീവിക്കാനാണ് വേദങ്ങൾ മുഴുവനും നമ്മളോട് പറഞ്ഞത്. അഥവാ ഹിന്ദു വേദഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനം നിങ്ങൾ പരിശോധിച്ചാൽ ഏകനായ ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ അത് തന്നെയാണ് ഖുർആൻ. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ. കണ്ടോ, അല്ലയോ മുസ്ലിങ്ങളെ എന്ന് വിളിച്ചില്ല, അല്ലയോ സൗദി അറേബ്യക്കാരെ എന്ന് വിളിച്ചില്ല, മുഹമ്മദ് നബിയുടെ തറവാടായ ഖുറൈശികളെ വിളിച്ചില്ല, മറിച്ച് അല്ലയോ മനുഷ്യരെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച ദൈവത്തെ നിങ്ങൾ ആരാധിക്കുക. മനുഷ്യൻ എന്ന മഹാബുദ്ധിജീവി പലതിനെയും ആരാധിക്കുന്നു, അല്ലേ? പാമ്പിനെ ആരാധിക്കുന്നു, അതുപോലെ മൃഗങ്ങളെ ആരാധിക്കുന്നു. എന്നാൽ ഒരു മൃഗവും ഒരു മരവും മനുഷ്യനെ ആരാധിക്കുന്നില്ല. ഇത് നമ്മൾ എപ്പോഴും ആരാധിക്കണം. അതുകൊണ്ട് നമ്മൾ ആരെ ആരാധിക്കണം? അലന്തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നജൂമു വൽ ജിബാലു വസ്സജറു വദ്ദവാ വകസീറുൻ മിനൻ നാസ്. ഖുർആനിലെ 22-ാം അധ്യായം 18-ാമത്തെ വചനം വല്ലാത്തൊരു സൂക്തമാണ്. ആകാശഭൂമികളിലുള്ളതെല്ലാം, കണ്ടോ, ആകാശഭൂമികളിലുള്ളതെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു. ബാലാ, നീയും ആ ദൈവത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുക. ഭൂമിയുടെ 13 ലക്ഷം ഇരട്ടിയുള്ള സൂര്യൻ, ആ സൂര്യൻ ദൈവത്തെ ആരാധിക്കുന്നു, ചന്ദ്രൻ ദൈവത്തെ ആരാധിക്കുന്നു, നക്ഷത്രങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു, മരങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു, പാമ്പും എലിയും പശുവും ദൈവത്തെ ആരാധിക്കുന്നു. അതുകൊണ്ട് നിങ്ങളും ആ ദൈവത്തെ ആരാധിക്കുക. ഇനി നിങ്ങൾ നോക്കുക, എന്താണ് മുസ്ലിം? മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം അബ്ദുറഹ്മാൻ, ആമിന, ആയിഷ എന്നല്ല കേട്ടോ. മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം അനുസരണമുള്ളവൻ. എങ്ങനെ? അനുസരിക്കും. ഇപ്പോ ഞാൻ പറഞ്ഞ സ്വാമി വിവേകാനന്ദനെ അറബി പദം കൊണ്ട് അയാൾ ഒരു മുസ്ലിം ആയിരുന്നു എന്ന് പറയാം. കാരണം ഗുരുനാഥനെ ഏറ്റവും അനുസരിച്ച ശിഷ്യനായിരുന്നു സ്വാമി വിവേകാനന്ദൻ, ഏറ്റവും അനുസരിച്ച ശിഷ്യൻ. അനുസരണം എന്ന സ്വഭാവം ആർക്കുണ്ടോ അവനൊക്കെ ആ ഭാഷാപരമായി മുസ്ലിമാണ്, ഭാഷാപരമായി മുസ്ലിമാണ്. മതത്തിന്റെ സാങ്കേതിക ശബ്ദത്തിൽ ഒരാൾ മുസ്ലിമാകുക എന്ന് പറഞ്ഞാൽ എന്താ? മുസ്ലിമാകുക എന്ന് പറഞ്ഞാൽ ആ പിന്നെ ശ്രീദേവി എന്നുള്ള പേര് മാറ്റി ആമിന നാക്കല, തൊപ്പിയിടല അല്ല, അല്ല, ഒരിക്കലുമല്ല. അതുകൊണ്ട് തന്നെ മതത്തിൽ ബലാത്കാരമോ പരിവർത്തനമോ ഇല്ല. പിന്നെ എന്താ? നന്നാവുക, സമ്പൂർണ്ണ മനുഷ്യനാവുക. ദൈവത്തെ മാത്രമേ ഇനി ഞാൻ ആരാധിക്കുകയുള്ളൂ. കല്ലും മുള്ളും മുരടും മൂർഖൻ പാമ്പും കാഞ്ഞിരക്കുറ്റിയും മാൽത്തറകളും അക്ബറുകളും ജാതങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ടുവരങ്ങളും ശ്രീകോവിലുകളും ഇതൊന്നും ഇനി ഞാൻ ആരാധിക്കുകയില്ല, എന്റെ പ്രപഞ്ചത്തിന്റെ നാഥനെയല്ലാതെ എന്നൊരു മനുഷ്യൻ തീരുമാനിക്കുന്നതോടെ അയാൾ മുസ്ലിമിന്റെ ഒന്നാമത്തെ ഗുണം സ്വീകരിച്ചു. രണ്ടാമത്തത്, ഞാൻ ആ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചേ ജീവിക്കുള്ളൂ. ഞാൻ ഒരിക്കലും പുകവലിക്കില്ല, ഞാൻ ഒരിക്കലും കള്ളുപിടിക്കില്ല, ഞാൻ ഒരിക്കലും പലിശ വാങ്ങില്ല, ഞാൻ ഒരാളെയും കൊല്ലുകയില്ല, ഞാനൊരാളോടും ചിരിക്കാതിരിക്കുകയില്ല, ഞാനൊരാളോടും പിണങ്ങുകയില്ല, ഞാനൊരു അമ്മയെയും വേദനിപ്പിക്കുകയില്ല, ഞാനൊരു അച്ഛനെയും വേദനിപ്പിക്കുകയില്ല. കാരണം എന്താണ്? മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ. മനുസ്മൃതിയിലുള്ള വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖുർആനിലുടനീളം അമ്മയുടെ ഉമ്മാന്റെ കാലടിയിലാണ് മോനെ നിന്റെ സ്വർഗം. മക്കളെ, അതുകൊണ്ട് കള്ളുകുടിച്ച് അമ്മയെ കൊല്ലാനല്ല നിങ്ങൾ വരേണ്ടത്. നിങ്ങൾ അമ്മയെ സംരക്ഷിക്കുന്ന, താങ്ങിയെടുക്കുന്ന, സ്വന്തം അമ്മയെ കാമാസക്തിയോടുകൂടി നോക്കി ബലാത്സംഗം ചെയ്തൊരു മകന്റെ കഥ കേരളത്തിൽ ഈയിടെ ഉണ്ടായി. നാം എങ്ങോട്ട് പോകുന്നു എന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് സങ്കടത്തോടുകൂടി സംഘാടകരോട് ഓർമ്മപ്പെടുത്താനുള്ള ഒരു വാദമുണ്ട്. ഞാൻ ഏറെ വേദനിച്ചിട്ടുള്ള ഒരു സംഭവം പറയാം. നിങ്ങൾ നോക്കും, മദ്യപാനം ഒരു തിന്മയാണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ മദ്യം കഴിക്കുന്നത് എപ്പോഴാണ്? മതസമൂഹങ്ങളുടെ ആഘോഷ ദിവസമാണ് എന്ന് തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുന്നു. എന്നോട് ക്ഷമിക്കണം, ഞാൻ വളരെ ഗൗരവമായി പറയാം. ക്രിസ്തുമസിനാണത്രേ ചാലക്കുടിയിൽ ഏറ്റവും കൂടുതൽ, ചാലക്കുടി ചാരിട്ട് കുടിക്കുന്ന സ്ഥലം എന്ന് പേര് വന്നിരിക്കുന്നു. അതിനെ ഏറ്റവും കൂടുതൽ ഹൈന്ദവ സമൂഹം കണ്ടുപിടിക്കുന്നത് ഓണത്തിനും വിഷുവിനുമാണ്. ഞാൻ ഇവിടുത്തെ എല്ലാ മതപണ്ഡിതന്മാരും ചോദിക്കൽ, ദയവ് ചെയ്ത് നിങ്ങളെ ക്ഷമിക്കണം, മതം മനുഷ്യനെ നന്നാക്കാനുള്ളതാണ്. എങ്കിൽ ആ മതാഘോഷത്തിന്റെ അന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടുപിടിക്കുന്നത് എന്തുകൊണ്ട്? അതുകൊണ്ട് ദയവ് ചെയ്ത് അച്ഛനമ്മമാരെ ഉപദ്രവിക്കരുത്, കണ്ടുപിടിക്കരുത്. എത്ര കോടികൾ, ഏറ്റവും കൂടുതൽ മദ്യപാനികൾ കേരളീയരാണ്. അതുകൊണ്ട് അറിയണം, ഞാൻ പറഞ്ഞതിനെ എങ്ങനെ കൺക്ലൂഷൻ ചെയ്യട്ടെ. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം, എല്ലാ മതങ്ങളും ജീവിക്കുന്ന ഒരു നാട്. വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പ്രധാന പ്രത്യേകത എന്നറിയും, അരി കൊടുത്ത് ചോറ് കൊടുത്ത് ആളുകളെ വഞ്ചിച്ച് മതത്ത് കൂട്ടുക ഇസ്ലാമിന്റെ ഒരു സമ്പ്രദായം ഈ അടുത്ത കാലത്ത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ലവ് ജിഹാദ് ആ പദം പോലും ഉപയോഗിക്കാൻ പാടില്ല. കാരണം ജിഹാദ് എന്നത് പരിശുദ്ധമായ ഒരു പദം. ലവ് എന്നത് സ്ഥാനമനുസരിച്ച് പരിശുദ്ധമാകുന്ന ഒന്നാണ്, എല്ലായ്പ്പോഴും പരിശുദ്ധമാകുന്ന ഒന്നല്ല. വിവാഹത്തിന് ശേഷമുള്ള ലവ് പരിശുദ്ധമാണ്. വിവാഹേതര ബന്ധത്തിലെ സ്ത്രീ പുരുഷ സ്നേഹം
അസ്ഥാനത്താണ്. ലവ് ജിഹാദ് എന്നത് എപ്പോഴും പരിശുദ്ധമാണ്. കാരണം ജിഹാദ് എന്ന പദത്തിനർത്ഥം നിങ്ങളും പഠിച്ചില്ല, ഞങ്ങളുടെ കൂട്ടത്തിലെ തീവ്രവാദികളും പഠിച്ചില്ല. അതിന്റെ കുഴപ്പം. അയോധ്യ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യുദ്ധമില്ലാത്ത ഭൂമി എന്നാ. അതൊന്നും യുദ്ധമുള്ള ഭൂമിയല്ലേ? ആരാ കുഴപ്പക്കാര്? അയോധ്യ എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാത്ത ഭൂമി എന്നാ. എന്നത് യുദ്ധഭൂമിയല്ലേ? ആരാ അതിന്റെ കുഴപ്പം? നമ്മളാ, നമ്മുടെ കരങ്ങളാ, മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചതാ. അല്ലാതെ വേറൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒരു കാര്യം മനസ്സിലാക്കണം. ലാ ഇക്റാഹ ഫിദ്ദീൻ. എന്താ ഇതിന്റെ അർത്ഥം അറിയോ നിങ്ങൾക്ക്? ഖുർആനിലെ 2-ാം അധ്യായം 256-ാമത്തെ വചന. മതത്തിൽ ബലാത്കാരമില്ല. കാരണം എന്താ? സത്യവും അസത്യവും ഇവിടെ വേർതിരിഞ്ഞിട്ടുണ്ട്. സത്യമേവ ജയതേ. ഏതോ ധർമ്മസ്ഥതോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട്. അപ്പൊ സത്യം അസത്യം ഇവിടെ വ്യക്തമാണ്. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, ആരെയും നിർബന്ധിക്കരുത്. ഇങ്ങനെ ഉണ്ട് എന്ന് പറയാം. എനിക്ക് നിങ്ങളോട് പറയാൻ അവകാശമുള്ളൂ, അടിക്കാൻ അവകാശമില്ല, നിർബന്ധിക്കാൻ അവകാശമില്ല. വിശുദ്ധ ഖുർആൻ അങ്ങനെയാ പറഞ്ഞേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ ക്രൈസ്തവരോട്, ഇസ്ലാമിൽ ഒരിടത്തും ഹിന്ദുവിന്റെ നേരെ കുതിര കയറാൻ ഒരൊറ്റ വാചകം പോലുമില്ല. ഇനി ഞാൻ വിനീതമായി ഒന്ന് ചോദിച്ചോട്ടെ, ഖുർആനിനെതിരെ വിമർശിക്കുന്നവരുടെ വിമർശനം കേട്ടു എന്നല്ലാതെ നിങ്ങൾ ആരെങ്കിലും ഖുർആൻ കണ്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആൻ ഒരൊറ്റ വാചകം, എന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം, ഒരൊറ്റ വാചകത്തിൽ ഒരു അക്ഷരം മാനവികതക്കെതിരാണ് എന്ന് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും തെളിയിച്ച പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇസ്ലാമിന് വേണ്ടി പ്രസംഗിക്കില്ല. ഒരിക്കലും. ഒറ്റ. ഇതെന്താ സംഭവിച്ചെന്നറിയോ? ഋഗ്വേദവും സാമവേദവും ഒന്നും പഠിച്ചവർ ഇവിടെ ഇല്ല. വേദം കൃത്യമായിട്ട് പഠിച്ചവർ ഇവിടെ കുറവാണ്, അല്ലേ? ഹിന്ദു കുടുംബത്തിൽ ജനിച്ച്, ഹിന്ദുവായി ജനിച്ച്, ഓശിയുടെ ക്ഷേത്ര വിശ്വാസിയാണ്, അങ്ങനെ വളർന്ന് ഗുരുവായൂരപ്പൻ്റെതാണ്, അങ്ങനെ ശബരിമലപ്പനാണ്. മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് അവിടുത്തെ വിശ്വാസ ആചാരമായിട്ട് ജീവിച്ച്, ഓശിലൊക്കെയാണ് ദർഗ പൂജിച്ച് അങ്ങനെ ജീവിക്കാം. അല്ലാതെ പ്രമാണം പഠിച്ചിട്ടില്ല. വേദം പഠിക്കാത്തതെന്തോടോ ദുർജനം, മൂടിക്കിടക്കയോ മർത്യന് മാനസം. വേദം പഠിക്കാത്തതെന്തോടോ ദുർജനം, മൂടിക്കിടക്കയോ മർത്യന് മാനസം. നമ്മൾ നമ്മുടെ കുട്ടികളെ എഞ്ചിനീയറാക്കി, ഡോക്ടറാക്കി, MBBS പാസ്സാക്കിച്ചു. പക്ഷേ വേദപണ്ഡിതനാക്കിയില്ല. വേദപണ്ഡിതനാക്കാത്തത് കൊണ്ട് മനുഷ്യരില്ലാതെ പോയി. വേദ പഠനം ഇവിടെ നശിച്ചുപോയി. അതുകൊണ്ട് നമ്മൾ തല്ലി. വേദപഠനം ഇവിടെ നശിച്ചു, അതുകൊണ്ട് നമ്മൾ തല്ലി. വേദങ്ങൾ ശരിക്ക് പഠിച്ചിരുന്നുവെങ്കിൽ അറിയാമായിരുന്നു ഒരച്ഛന്റെയും അമ്മയുടെയും മക്കളാണ് ഞാനും നിങ്ങളുമെന്ന്. ഇത് പ്രസംഗത്തിന് വേണ്ടി പറയുന്ന വാക്കല്ലോ. ജീവിതത്തിൽ ഒരിക്കലും ഒരു ഹിന്ദുവിനോട് വിരോധം തോന്നിയിട്ടില്ല, ഒരു ക്രിസ്ത്യാനിയോട് വിരോധം തോന്നിയിട്ടില്ല, ഒരു മുസ്ലിമിനോട് വെറുപ്പ് തോന്നിയിട്ടില്ല, ഒരു മനുഷ്യരോടും വെറുപ്പ് തോന്നിയിട്ടില്ല. അങ്ങനെ എന്നെ വളർത്തിയത് ഈ ഖുർആനാണ്. ആ ഖുർആൻ നിങ്ങൾ വായിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഒരിക്കലും ഒരു നല്ല വിജ്ഞാനത്തിൽ നിന്ന് മാറിപ്പോകരുത്. ഞാനിവിടെ ഒരുപാട് വേദ അധ്യായങ്ങൾ പറഞ്ഞു, വേദഗ്രന്ഥങ്ങൾ പറഞ്ഞു. എനിക്ക് വെള്ളം കിടക്കാത്ത കലവറകളായിരുന്നില്ല വേദം. കാരണം വിശുദ്ധ ഖുർആൻ പൂർവ്വവേദങ്ങളെ പഠിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പഠിച്ചു. ഞങ്ങൾ പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നമ്മൾ തമ്മിൽ തല്ലേണ്ടവരല്ലെന്ന്. ഈ യാഥാർത്ഥ്യം എനിക്ക് കിട്ടിയ ഈ ഓച്ചറയിലെ മഹാസൗഭാഗ്യത്തിൽ ഞാൻ തുറന്നു പറയുന്നു. ഏകദൈവം ഏകാരാധന. വക്കം അബ്ദുൽ ഖാദർ മൗലവി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാക്കി മാറ്റിയ വക്കം അബ്ദുൽ ഖാദർ മൗലവി, അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ച ശ്രീനാരായണ ഗുരു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. അപ്പൊ ഞാനിവിടെ പറഞ്ഞതിന്റെ ആകെ തുക എന്താണ്? ഇനി മുതൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാ. അത് നിങ്ങളെ അടിച്ചേൽപ്പിക്കുന്നല്ല. നിങ്ങൾ ചിന്തിക്കുമെങ്കിൽ ആകാശഭൂമികളെ സൃഷ്ടിച്ച ദൈവത്തോട് മാത്രം പ്രാർത്ഥിക്കുക. എല്ലാ കാര്യങ്ങളും അവനോട് പറയാം. സന്താനങ്ങൾ നമ്മളൊക്കെ സൃഷ്ടിച്ച ഈശ്വരന് നമുക്കൊരു കുഞ്ഞിനെ തരാൻ മടിയുണ്ടോ? ഉണ്ടോ? ഒരു കുഞ്ഞിനെ പോലും സൃഷ്ടിക്കാത്ത ഒരാളോട് എനിക്ക് കുട്ടിയെ തരണേ എന്ന് പറയുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ? ഉണ്ടോ? പ്രിയപ്പെട്ടവര് ആലോചിച്ചു നോക്കൂ. നമ്മളെ കോടാനുകോടി മനുഷ്യരെ സൃഷ്ടിച്ച ഈശ്വരനോട്, കോടാനുകോടി മനുഷ്യർക്ക് കണ്ണ് നൽകിയ ഈശ്വരനോട്, കോടിക്കണക്കിന് കണ്ണ് നൽകിയ ഈശ്വരനോട് നമ്മൾ കണ്ണ് കാഴ്ച തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് പോലും കണ്ണ് കൊടുത്ത സാക്ഷാൽ ദൈവത്തോട്. ഇത് മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ വിജയം. ഇത് തെറ്റിയാൽ നമ്മൾ എന്ത് ഭക്തനായിട്ട് കാര്യമില്ല, നമ്മൾ പരാജയപ്പെട്ടു. അതുകൊണ്ട് വളരെ ഗൗരവമായി നിങ്ങളോട് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ദൈവത്തെ അല്ലാതെ ഇപ്പം മുഹമ്മദ് നബിയുടെ പ്രതിമയില്ല. നിങ്ങൾ കണ്ടോ? ലോകത്ത് പ്രതിമയില്ലാത്ത ഒരേ ഒരു ആചാര്യനാരാ? മുഹമ്മദ് നബിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം.
മുഹമ്മദ് നബിയുടെ പ്രതിമ തകർത്തു എന്ന് പറഞ്ഞിട്ടൊരു വിപ്ലവമല്ല, ഒരു കലാപെന്ന് വരെയില്ല. 1400 വർഷമായിട്ടും മുഹമ്മദ് നബിയുടെ പ്രതിമ തകർത്തു എന്നതിന്റെ പേരിൽ ഒരു ഈച്ചയെ പോലും കൊല്ലേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഒരു ഈച്ചയിൽ അതെന്ത് സംഭവിച്ചു? പുറപ്പാടിലെ 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള സൂക്തം എന്താ? മിസ്രയീം ദേശത്തു നിന്നും അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു സാക്ഷാൽ ദൈവം. അതുകൊണ്ട് മേലെ സ്വർഗത്തിലുള്ളതിന്റെയോ താഴെ ഭൂമിയിലുള്ളതിന്റെയോ വെള്ളത്തിനടിയിലുള്ളതിന്റെയോ ഒന്നിന്റെയും പ്രതിമ അരുത്. ക്ഷിപ്രകോപിയാണ് നിന്റെ ദൈവം, അതുകൊണ്ട് പ്രതിമയുണ്ടാക്കരുത്. എന്നിട്ട് ആ പ്രതിമയുണ്ടാക്കിവിടെ കലാമുണ്ടാക്കിയ ആരാ കുറ്റക്കാര്? ദൈവമോ ദൈവവേദമോ മനുഷ്യന്റെ അറിവില്ലായ്മയോ? അതാണ് സ്വാമി ദയാനന്ദ സരസ്വതി പഠിപ്പിച്ചത്. അതാണ് സ്വാമി ദയാനന്ദ സരസ്വതി പഠിപ്പിച്ചത്. അതാണ് കേനോപനിഷത്ത് എന്നിട്ടൊരു ഉപനിഷത്തുണ്ട്. അതിന്റെ 1-ാം കാണ്ഡത്തിലെ 6, 7, 8 സൂക്തങ്ങൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയാണ്. അതെങ്ങനെയാ പറയുന്നത്? യക്ഷുഷാന പശ്യതി യേന ചക്ഷംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിതമുപാസതേ യശ്രോത്രേണ ന ശൃണോതി ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിതമുപാസതേ. നിങ്ങൾ കണ്ണുകൊണ്ട് ആരാധിക്കുന്നതൊന്നും ഈശ്വരനല്ല. നിങ്ങളുടെ കണ്ണിന് കാഴ്ച നൽകിയവനും നിങ്ങൾ ആ ദൈവത്തെ കാണുന്നില്ല, പക്ഷേ ദൈവം നിങ്ങളെ കാണുന്നു. അങ്ങനെയുള്ളവരാണ് സാക്ഷാൽ ബ്രഹ്മം. അതുകൊണ്ട് ഇതാണ് ദൈവം എന്ന് കരുതി നിങ്ങൾ ആരാധിക്കുന്നതൊന്നും ദൈവമല്ല. ഇത് ബൈബിളിലും കാണാം. ആ ദൈവത്തെ ഒരാളും കണ്ടിട്ടില്ല. ഇത് ഖുർആനിലെ 6-ാം അധ്യായത്തിൽ കാണാം. ആ ദൈവം നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ കഴിയില്ല. നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ കഴിയില്ല, ദൈവത്തിന് നിങ്ങളെ കാണാൻ കഴിയും. അങ്ങനെയുള്ള സാക്ഷാൽ ഈശ്വരനെ ആരാധിക്കുക എന്നുള്ളത്. പിന്നെയും കൊണ്ട് നമുക്കിടയിൽ പല പ്രശ്നങ്ങളും. ലവ് ജിഹാദി എന്ന് പറഞ്ഞ വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ വിഷയം. ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. അത് ഞാൻ നിങ്ങളെ അറിയിക്കാൻ നിങ്ങൾ അറിയണം. കാരണം തെറ്റിദ്ധാരണ കൊണ്ട് എന്നെ പോലെയുള്ള താടിയുള്ളവരെ കാണുമ്പോൾ നിങ്ങൾ പേടിച്ചിട്ടുണ്ടാവും. താടി ഇന്നത്തെ കാലത്ത് ഒരു വലിയ പേടിയായി തീർന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ലവ് എന്ന് പറയുന്ന സ്നേഹം, അഫെക്ഷൻ എന്ന് നമ്മുടെ ലവ് എന്ന പദത്തിന്റെ സ്ഥാനത്തല്ല അഫെക്ഷൻ. അത് വേറൊരു തലമാണ്. ഏതായിരുന്നാലും ഞാനൊരു കാര്യം പറയാം. ഞാനൊരു മുസ്ലിമാണല്ലോ, എനിക്ക് ഒരു മുസ്ലിം പെൺകുട്ടിയെ പ്രേമിക്കാൻ പാടില്ല. എന്റെ മതപ്രകാരം, ഞാൻ പഠിപ്പിക്കപ്പെട്ട ഇസ്ലാം പ്രകാരം എനിക്കൊരു മുസ്ലിം പെൺകുട്ടിയെ പ്രേമിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ ഞാനൊരു ഹിന്ദു പെൺകുട്ടിയെ പ്രേമിക്കും? അങ്ങനെ പ്രേമിച്ച് അവളെ ചതിക്കുക. പ്രേമം പരിശുദ്ധമാണല്ലോ എന്നല്ലേ പറയുന്നത്. പ്രേമത്തിന് ജാതി മതമുണ്ടോ? ഇസ്ലാമിൽ വിവാഹത്തിന് മുമ്പുള്ള സ്ത്രീ പുരുഷ ബന്ധവും പ്രേമവും ഹറാമാണ്, പാടില്ലാത്തതാണ്. അത് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലേ? നിങ്ങളുടെ സ്വന്തം മകള് വേറൊരു മതക്കാരനെ കൂടെ ഓടിപ്പോകുമ്പോൾ നിങ്ങൾ വേദനിച്ചിട്ടില്ലേ, കരഞ്ഞിട്ടില്ലേ? പിതാരക്ഷിതി കൗമാരേ ഭദ്രാരക്ഷിതി യൗവനേ പുത്രോ രക്ഷിതി വാർദ്ധക്യേ രക്ഷന്തി സവിരേ പുത്ര സ്ത്രീ സ്വാതന്ത്ര്യമർഹിതി. അച്ഛന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞ മകൾ പിന്നെ ഭർത്താവിന്റെ സംരക്ഷണത്തിലാണ്. അതിനിടയിൽ കാമുകോ രക്ഷിതി എന്നില്ല. അതുകൊണ്ട് പ്രേമം ആര് പ്രേമിച്ചാലും, മുസ്ലിം പെൺകുട്ടിയെ ഹിന്ദു പ്രേമിച്ചാലും ഹിന്ദു പെൺകുട്ടിയെ മുസ്ലിം പ്രേമിച്ചാലും പാപമാണ്, ചെയ്യരുത്. അതാണ് മതം പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു സംസ്കാരം ഇസ്ലാമിക സമൂഹത്തിൽ ഇല്ല. ഇനി ജിഹാദ് എന്നതൊരു അറബി പദമാണ്. എന്താ ഇതിന്റെ അർത്ഥം എന്നറിയോ നിങ്ങൾക്ക്? ത്യാഗം എന്നാണ് അർത്ഥം. ഞാനൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. പ്രവാചകന്റെ സന്നിധാനത്ത് ഒരു ചെറുപ്പക്കാരൻ വന്നു. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഒരു ചെറുപ്പക്കാരൻ അവർ ഞാൻ ആയുധമേന്തിയുള്ള പോരാട്ടത്തിന് റെഡിയായി. പ്രവാചകൻ ഉടനെ ചോദിച്ചു, നിന്റെ അച്ഛനും അമ്മയും ഉണ്ടോ? നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉണ്ട്. അവർ കരയുകയായിരുന്നു ഞാൻ ഇങ്ങോട്ട് വരുമ്പോ. അവർക്കാരുമില്ല. ഞാൻ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പ്രശ്നമാണ്, അവർക്കാരുമില്ല. നോക്കണേ, ആ സമയത്ത് പ്രവാചകൻ പറയാ, ദൈവത്തിന്റെ പുണ്യം നേടാനാണോ നീ ആയുധ ജിഹാദിന് പുറപ്പെട്ടത്? എങ്കിൽ ഏറ്റവും വലിയ ജിഹാദ്, എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങൾ മനസ്സിലാക്കണം, എന്റെ പ്രിയപ്പെട്ട RSSന്റെയോ BJPയുടെയോ ബജ്രംദളിന്റെയോ ശിവസേനയുടെ ഹിന്ദു സമൂഹത്തിലേതോ ആവട്ടെ, നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരെ എന്ന്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ജിഹാദ് എന്ന് പറഞ്ഞ പ്രവാചകൻ വിശദീകരിക്കുകയാണ്. നീ വേഗം നിന്റെ അച്ഛന്റെയും അമ്മയുടെയും സമീപത്തേക്ക് ചെല്ലൂ. എന്നിട്ട് അവർക്ക് വേണ്ട എല്ലാ സേവനവും നീ ചെയ്തു കൊടുക്ക്. അതാകുന്നു ജിഹാദ്. അച്ഛനെയും അമ്മയെയും സംരക്ഷിക്കൽ ജിഹാദ്. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, ഒരാൾക്ക് 3 പെൺകുട്ടി ഉണ്ടായി. 3 പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം നൽകി, നല്ല സംസ്കാരം നൽകി, അവൾക്ക് വേണ്ടി കണ്ണീര് കുടിച്ചു. പ്രവാചകൻ പറയാണ്, അത് ജിഹാദ്. വിശുദ്ധ ഖുർആനിന്റെ വചനം ജനങ്ങൾക്ക് ഓതിക്കൊടുക്കൽ ജിഹാദ്.
ഞാനിവിടെ 5-6 പ്രസംഗം നടത്തിയിട്ടുണ്ട്. ഇവിടെയല്ല, ഈ കരുനാഗപ്പള്ളി ടൗണിൽ ഈ ഓച്ചിറ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ പലപ്പോഴും അമുസ്ലിങ്ങളായിരുന്നു എന്റെ ശ്രോതാക്കൾ. ഞാനത് ആവർത്തിച്ചു പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ കുറെ അറിയാതെ ജീവിക്കുന്നു. നമ്മുടെ യൗവനം പാഴായിപ്പോയി, നമ്മുടെ ചരിത്രം പാഴായിപ്പോയി, നമ്മൾ അറിയാതെ അകന്നുപോയി, നമുക്കിതൊന്നും അറിയുമായിരുന്നില്ല. അതുകൊണ്ട് പഠിക്കണം. ഇന്ന് ഇതൊരു വിപ്ലവമാകണം. ഈ ചരിത്രത്തിലെ, ഓച്ചിറയുടെ ചരിത്രത്തിലെ ഒരു മഹാസമ്മേളനമായി ഈ മതസമ്മേളനം മാറണം. ചിന്തയുടെ പുതിയ ലോകത്തേക്ക് നമ്മൾ കൊണ്ടുപോകണം. ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം, സ്വർഗം നരകം എന്ന 2 സങ്കല്പമുണ്ട്. വേദങ്ങൾ മുഴുവൻ അത് പറഞ്ഞിട്ടുണ്ട്. മരണത്തിന് ശേഷം സ്വർഗവും നരകവും ഉണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളിവിടെ ഒരുപാട് നമ്മളെ പറ്റിച്ചവർ, ചതിച്ചവർ, വഞ്ചിച്ചവർ, രാഷ്ട്രീയക്കാർ, മതാധ്യക്ഷന്മാർ, അങ്ങനെ ഒരുപാട് നമ്മളൊക്കെ നീതി നിഷേധിക്കപ്പെട്ടവരാണ്. പലപ്പോഴും നീതി പുലരുന്ന ഒരു ദിവസം ശ്രീമദ് ഭഗവത്ഗീതയിൽ 2-ാം അധ്യായം 37-ാമത്തെ ശ്ലോകത്തിൽ അർജുനനോട് ശ്രീകൃഷ്ണൻ പറയാനുണ്ട്, ഹതോവ പ്രാപ്സ്യസി സ്വർഗം ജിതുവാ ഭോക്ഷസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതദീക്ഷയ. അല്ലയോ കുന്തിപുത്ര അർജുന, അല്ലയോ കുന്തിപുത്ര അർജുന, ഹതോവ പ്രാപ്സ്യസി സ്വർഗം, നീ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ സ്വർഗം കിട്ടും. അപ്പോ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മുസ്ലിങ്ങളെ ഖുർആൻ പ്രേരിപ്പിച്ചത്. അതുകൊണ്ടാ തീവ്രവാദം ഉണ്ടായിരുന്ന അതൊരാരോപണ. യഥാർത്ഥത്തിൽ എനിക്കും നിങ്ങളോട് പറയാം, ശ്രീമദ് ഭഗവത്ഗീത യുദ്ധത്തെ പറ്റി മാത്രം പറയുന്നതാകാം. പക്ഷേ അതിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടത് മനസ്സിലാക്കണം. യുദ്ധരംഗത്ത് യുദ്ധത്തെ പറ്റിയാ പറയാ, ഡ്രൈവിംഗ് പഠിക്കുന്ന ഭാസ്കരനോട് ഡ്രൈവിങ്ങിനെ പറ്റിയാ പറയാ, യുദ്ധം നടത്തുന്ന യുദ്ധത്തെ പറ്റിയാ പറയാ. അത് എല്ലാ സ്ഥലത്തും വിറ്റാവൂ? ഇല്ല. എല്ലാ സ്ഥലത്തും വെച്ചതാണ് കുഴപ്പം. ഒരു ശത്രു വാഴയിട്ട് വന്ന് കൊല്ലാൻ നോക്കുമ്പോൾ തടുക്കണം എന്ന് പറയുന്ന വാക്ക് മുഴുവൻ മുസ്ലിങ്ങളെയും കൊല്ലാൻ പറഞ്ഞെന്ന് പറഞ്ഞാലോ അക്രമമല്ലേ അത്? അല്ലേ? അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഹതോവ പ്രാപ്സ്യസി സ്വർഗം ജിതോവ ഭോക്ഷസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ. അല്ല കുന്തിപുത്ര, നീ ജയിച്ചാൽ രാജ്യം അനുഭവിക്കുക, കൊല്ലപ്പെട്ട സ്വർഗത്ത് പോകാം. സ്വർഗം ഇനി നരകണ്ടോ? നരകണ്ടോ? നോക്കൂ, നരകമുണ്ടെന്നാ പറയുന്നത്. ശേഖരോപനിഷത്ത് പറയും, ഈശാവാശോപനിഷത്ത് കാണാം, അന്തം തമഃ പ്രവിശന്തിയേ സംഭൂത്യമുപാസതേ തതോ ഭൂയൈവതേ യഹു സംഭൂത്യാമൃതഃ. ഈശാവാശോപനിഷത്ത് പറയുന്നത്, ദൈവേതരരെ, ദൈവത്തിന്റെ സൃഷ്ടികളെ നിങ്ങൾ ആരാധിച്ചാൽ നരകത്ത് പോകും. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, നരകത്തിൽ പോകാതിരിക്കാൻ ഏക ദൈവത്തെ മാത്രം ആരാധിച്ച്, രൂപമില്ലാത്ത, ചിത്രമില്ലാത്ത, ഫോട്ടോ ഇല്ലാത്ത, വിഗ്രഹമില്ലാത്ത മനുഷ്യകുലത്തിന്റെ ദൈവത്തെ, സാക്ഷാൽ നമുക്ക് വായുവും വെള്ളവും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം നൽകിയ ദൈവത്തെ എന്ന് നിങ്ങൾ പോയിട്ട് ഉറങ്ങരുത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിന്തിക്കണം, നമുക്കൊന്നാകാൻ ഇതല്ലാത്ത മാർഗമില്ല. വിശുദ്ധ ഖുർആനിൽ ഒരു ചോദ്യമുണ്ട്. ഖുർആനിന്റെ ചോദ്യം 38-ാം അധ്യായം 28-ൽ, അംനജഅലുല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കൽ മുഫ്സിദീന ഫിൽ അർദ് അംനജഅലുൽ മുത്തഖീന കൽ ഫുജ്ജാർ. തെമ്മാടിയും, ശ്രദ്ധിക്കണേ, തെമ്മാടിയും താമ്പോന്നിയും കൊള്ളക്കാരനും പിടിച്ചുപറിക്കാരനും സുഹൃതം ചെയ്തവനും മരണത്തോടുകൂടി തുല്യമാകുമോ? മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സെ രാമഭക്തനെ, ഗാന്ധിജിയും രാമഭക്തനെ, ഈ 2 പേരിൽ ഒരാളെ കൊന്നു. ഒന്ന് മതരാഷ്ട്രവാദത്തിന്റെ വക്താവ്. അതാണ് മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗത്തിൽ സംഭവിച്ചത്. മതരാഷ്ട്രവാദം അപകടമാണ്. നിങ്ങൾ കണ്ടോ, ഇസ്ലാമിൽ 1.25 ലക്ഷത്തോളം അമ്പിയാ മുസ്ലിങ്ങൾ വന്നിട്ടുണ്ട്. 1.25 ലക്ഷത്തോളം അമ്പിയാ മുസ്ലിങ്ങൾ അഥവാ പ്രവാചകന്മാർ. 3 പ്രവാചകൻ ഒഴികെ ബാക്കി എല്ലാ പ്രവാചകന്മാരും ദൈവത്തിന്റെ പ്രവാചകന്മാർ ബഹുമത സമൂഹത്തിൽ ജീവിച്ചവരാണ്. ഇത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഇന്ത്യയെപ്പോലെ ഇസ്ലാമിൽ ജീവിക്കാൻ പറ്റിയ ഒരു മണ്ണ് ഇന്ന് ഭൂമിയിൽ പറയുന്നത് ഇന്ത്യയെപ്പോലെ. അതുകൊണ്ടാണ് ലോകത്ത് 2ാം ഭൂരിപക്ഷ മുസ്ലിം രാജ്യം ഇന്ത്യയായത്. ഇന്ത്യ രംഗീല റസൂൽ എന്ന വൃത്തികെട്ട ഒരു കൃതി സ്വാമി ശ്രദ്ധാനന്ദ സ്വാമികൾ എഴുതി. അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇന്ന് കൈവെട്ടിയ പോലെ ശ്രദ്ധാനന്ദ സ്വാമികളെ കൊന്നു. സ്വാമി മഹാനായ മഹാത്മാഗാന്ധി പറഞ്ഞ് ഇസ്ലാം വാളുകൊണ്ടാ പ്രചരിച്ചത്. അന്ന് ഡൽഹിയിലെ ജുമാ മസ്ജിദിൽ മൗലാന മുഹമ്മദ് അലി ജൗഹർ ഒരു പ്രസംഗം ചെയ്തു. ഇസ്ലാം തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഗാന്ധിജി പിന്നീട് തിരുത്തി പറഞ്ഞു, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, തെറ്റിദ്ധരിച്ചുപോയി. അതൊക്കെ തീവ്ര ചിന്തകളാണ്. നിങ്ങൾക്കറിയില്ലേ, ഞാൻ ഒരൊറ്റ പോയിന്റ് ചോദിക്കുക നിങ്ങളോട്. അയോധ്യ എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാത്ത ഭൂമിയിലാണ്. രാമൻ എന്ന പദത്തിന്റെ അർത്ഥം അറിയും? രാമൻ എന്ന പദം രമിപ്പിക്കുന്നവെന്ന, രഞ്ജിപ്പുണ്ടാക്കുന്നവെന്ന,
തമ്മിൽ അടുപ്പിക്കണമെന്നല്ല. ഒറ്റ കാര്യം നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ശ്രീരാമൻ കാട്ടു പോകാൻ പുറപ്പെട്ടപ്പോ ഏറ്റവും ദേഷ്യം പിടിച്ചതാർക്കാ? കോപം വന്നത് ലക്ഷ്മണനാണ്. ലക്ഷ്മണൻ പറഞ്ഞത്, കാമവിവശനായ എന്റെ അച്ഛൻ നിന്നോട് കാട്ടു പോകാൻ പറഞ്ഞുവല്ലേ, എന്റെ ആവനാഴിയിലെ അമ്പ് വാർദ്ധക്യം കൊണ്ട് എനിക്ക് കുത്തിപ്പിടിക്കാനുള്ളതല്ല, എന്റെ അരയിലെ വാളുണ്ടല്ലോ ഖഡ്ഗം, അത് അലങ്കാരത്തിനുള്ളതല്ല, ഞാൻ എന്റെ അച്ഛനെ കൊല്ലും. ശ്രീരാമൻ ഒന്നും മിണ്ടിയില്ല. അവിവേകിയോട് സംസാരിക്കരുതെന്ന അനുജന ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹം കൊണ്ട് അമ്പത് ബാധിച്ചു. ഏതാ സ്നേഹം കൂടുമ്പോ കുഴപ്പമാണ്, സ്നേഹം കൂടുമ്പോ കൊന്നുപോകും മനുഷ്യൻ. രാമഭക്തി കൂടിയാൽ മനുഷ്യർ കൊല്ലും, ദൈവഭക്തി കൂടിയ അധികമായാൽ മനുഷ്യർ പരസ്പരം കൊല്ലും. അത് സ്ഥാനം തെറ്റിപ്പോകുമ്പോ മനുഷ്യർ പരസ്പരം കൊല്ലും. മുഹമ്മദ് നബിയെ സ്നേഹിക്കണം. സ്നേഹം അതിന് വിട്ടാൽ മനുഷ്യരെ കൊല്ലും. അതുകൊണ്ട് സ്നേഹം പോലും അമിതമായി പോകരുത്. അമൃതും വിഷമാണ് അമിതമായാൽ എന്ന എനിക്ക് കേട്ടോ. അതുകൊണ്ട് രാമനൊന്നും വേണ്ടിയില്ല. ഞാൻ ശ്രീരാമനെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, സർവോദയം നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. എന്തുകൊണ്ട്? അതൊരു കഥാപാത്രമാണെങ്കിൽ പോലും വിദ്യാവാചാസ്പതി വി പനോളി വാൽമീകിയുടെ രാമൻ എന്ന് പറഞ്ഞ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 7 വട്ടമാണ് ഞാനിപ്പോൾ വായിച്ചു തീർത്തത്. 7 വട്ടം ആ പുസ്തകം. വിദ്യാവാചാസ്പതി വി പനോളി വാൽമീകിയുടെ രാമനെ പറ്റി പറയുന്ന ഹൃദയഹാരിയായ ഒരുപാട് കാര്യങ്ങൾ. പി പരമേശ്വരൻ, വിചാരകേന്ദ്രം ഡയറക്ടർ പി പരമേശ്വരന്റെ പുസ്തകം ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. ആ പുസ്തകത്തിൽ ഹിന്ദുമതത്തെക്കുറിച്ച് ഗൗരവമായ അദ്ദേഹം ചർച്ച ചെയ്തിട്ടുണ്ട്. പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. ശ്രീരാമൻ ചിത്രകൂടത്തിൽ വന്നപ്പോ ലക്ഷ്മണനെ വിളിച്ചിട്ട് പറഞ്ഞ പ്രസക്തമായ 5-6 കാര്യങ്ങളുണ്ട്. അതെനിക്ക് എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരോട് ഇവിടെ വെച്ച് പറയണം. അതിനുള്ള അവസരം എനിക്ക് തരണം. ഒരു 2 മിനിറ്റ് കൂടെ. എന്താണ് വാചകം? വത്സാ സൗമിത്രേ കുമാര, നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുട വാക്കുകൾ. സംസാരകാരിണി ആയത വിദ്യയും സംസാര നാശിനി ആയത് വിദ്യയും. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാമായി സുമോർക്കനീ. ചക്ഷുശ്രവണകളക്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നപ്പോൾ കാലാഹിന പരിഗ്രസ്തമാം ലോകം ആലോല ചേതസാ ഭോഗങ്ങൾ തോടുന്നു. നമുക്ക് എന്താ പറയണം? ലക്ഷ്മണ, എടാ മോനെ, എന്റെ അനുജ, നീ നിന്റെ വാശിയൊക്കെ അവസാനിപ്പിച്ച്, നിന്റെ ക്ഷിപ്രകോപമൊക്കെ അവസാനിപ്പിച്ച്, എടാ നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. സംസാരകാരിണി ആയത വിദ്യയും സംസാരനാശിനി ആയത് വിദ്യയും. നീ അച്ഛനെ കൊല്ലുന്നു പറഞ്ഞില്ലേ, അത് നിന്റെ അറിവില്ലായില്ല. നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അത് പറയുമായിരുന്നില്ല. കാരണം എന്താ? സിംഹാസനത്തിന് വേണ്ടിയാണല്ലോ നീ വാദിച്ച്. അധികാര കസേരയിൽ ഇരിക്കാനാട്ടോ ബാബരി മസ്ജിദ് ഇഷ്യൂ ആയത്? രാമഭക്തി കൊണ്ടല്ല. അത് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് നിഷ്കാസിതമാക്കുന്നുവെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം രാമൻ എന്ന് തിരിച്ചു വന്നാൽ, ഈ ഓച്ചിറ ക്ഷേത്രത്തിലെങ്ങാനും ശ്രീരാമൻ തിരിച്ചു വന്നാൽ രാമൻ കോപിക്കും ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ. കാരണം രാമൻ പറയുന്ന വാക്കെന്താ? അധികാര കസേര എന്ന് പറഞ്ഞ ഒരു മിന്നൽ പെടുന്ന പോലെ. ആരോഗ്യമോ അത് എളുപ്പത്തിൽ നശിക്കും. ഈ കാലയളവിനിടയിൽ എടാ അധികാരത്തിന്റെ അപ്പകഷ്ണം തിന്നാനല്ല, അച്ഛന്റെ കൽപ്പന ശിരസാ വഹിച്ച് കാട്ടിൽ പോകുന്ന ഭക്തനായ ഒരു മകൻ, അതാണ് രാമൻ. അതാകാൻ കഴിഞ്ഞിട്ടുണ്ടോ RSSന്? അതാകാൻ കഴിഞ്ഞിട്ടുണ്ടോ BJPക്ക്? അതാകാൻ കഴിഞ്ഞിട്ടുണ്ടോ ശിവസേനയ്ക്ക്? അതാകാൻ കഴിഞ്ഞിട്ടുണ്ടോ പോപ്പുലപ്പിണ്ടിന്? അതാകാൻ കഴിഞ്ഞിട്ടുണ്ടോ സിമിക്ക്? അതാകാൻ കഴിഞ്ഞിട്ടുണ്ടോ അൽഖായിദക്ക്? അതാകാൻ കഴിഞ്ഞിട്ടുണ്ടോ ജോർജ് W ബുഷിന്, നെതന്യാഹുവിന്, ഏരിയൽ ഷാരോണ്? അതാകാത്ത കാലത്തോളം നമ്മൾ തള്ളിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനും നിങ്ങൾ ഒരു ആക്സിഡന്റിലോ ഒരു അറ്റാക്ക് ഒന്നും മരിച്ചു പോകുന്ന മനുഷ്യരല്ലേ? കണ്ടിട്ട് ചിരിക്കാൻ വയ്യാത്ത, കോപിക്കുന്ന എന്തൊരവസ്ഥയാണ്. അപ്പൊ ഞാൻ ഈ സദസ്സിലേക്ക് വരുമ്പോൾ എന്നെ കുറെ ആളുകൾ രൂക്ഷമായി നോക്കി. എവിടെ ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു, എപ്പോഴും ഉണ്ടാവണം. കഴിഞ്ഞ ദിവസം ഞാനൊരു ഹൈന്ദവ സ്കൂളിന്റെ സമീപത്തൂടെ പോയപ്പോ എന്നെ ബില്ലാതെ നട പോകുന്ന എന്ന് പറഞ്ഞു. എന്ത് കേൾക്കുന്നതാ സന്തോഷം. കുട്ടികൾ ഒരു കാര്യങ്ങൾ പറഞ്ഞു. സാധാരണ കാട് മുളയ്ക്കല് പറമ്പിലാണല്ലോ, ഇയാളുടെ മുഖത്താണ് കാട് മുളച്ചിരിക്കുന്നത്. നമ്മുടെ അസഹിഷ്ണുതയുടെ ഒരു ലോകം. പക്ഷേ ഞാൻ ആ കുട്ടികളെ മുഴുവനും വിളിച്ചു വരും. സ്കൂൾ അധികൃതരോട് ഒരു ദിവസം ഞാൻ ആവശ്യപ്പെടുകയാണ് അവരോട്, ആ കുട്ടികൾ വർഗീയവാദികളായി പോകാൻ പാടില്ല. കാരണം എന്താ? നിങ്ങൾ നോക്കൂ, മഹാത്മാഗാന്ധിയെ മഹാത്മാവ് എന്ന് വിളിച്ച ആളാരാ? ആരാ ആരാ ആരാ? രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറിന്റെ താടിയതാ സലീം ഖാന്റെ താടിയേക്കാൾ വലുപ്പുണ്ടായി. ഇത്ര ഉണ്ടായിരുന്നു രവീന്ദ്രനാഥ ടാഗോറിന്റെ താടി, ഇത്ര ഉണ്ടായിരുന്നു. രവീന്ദ്രനാഥ ടാഗോർ വർഗീയവാദിയാണോ? ഭീകരവാദിയാണോ? ഈ സഹോദരൻ താടി നെട്ടിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഭീകരവാദിയാൻ കഴിയുമോ? താടി ഇത് ജീവനില്ലാത്ത മീൻസ് ബുദ്ധിയില്ലാത്ത.
ഇതിന് പഠിപ്പുണ്ടോ? രോമത്തിന് പഠിപ്പുണ്ടോ? രോമത്തിന് വിദ്യയുണ്ടോ? രോമം എങ്ങനെ ഫാസിസമാകും? പ്രിയപ്പെട്ടവരെ, മനസ്സല്ലേ ഫാസിസ്റ്റാകുന്നത്? അല്ലേ? മനസ്സല്ലേ ഫാസിസ്റ്റാകുന്നത്? എങ്കിൽ തലമുടി നീട്ടിയാൽ ഏത് മുടി നീണ്ടാലാ തീവ്രവാദിയാകും? ഇവിടെ മാത്രം നീണ്ടാലാണ്. എനിക്ക് അത്ഭുതം തോന്നുന്നത് മനുഷ്യകുലം എന്താ. ഞാനിപ്പോ ഇവിടുന്ന് എന്റെ ഇവിടെ ബഹുമാനൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു, ക്രിസ്ത്യാനികളിൽ ഒരു പുസ്തകം ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തത്. ആ പുസ്തകം എന്തിനാ എടുത്തെന്നറിയോ? ചുമ്മാതല്ല, ആ പുസ്തകം എന്റെ കയ്യിലുണ്ട്. ശാസ്ത്രകാരന്മാർ ലോകപ്രസിദ്ധരായ അവർക്കൊക്കെ താടി ഉണ്ടായി, ഭൂരിപക്ഷത്തിനും. ശാസ്ത്രകാരൻ നീണ്ട താടി. ഗുരു നിത്യ ചൈതന്യ യതിയുടെ ഒന്നിലധികം പുസ്തകമുണ്ട് ഇവിടെ. ഗുരു നിത്യ ചൈതന്യ യതിയുടെ താടി എത്ര നീളമുള്ളതാ? ചട്ടമ്പി സ്വാമികൾ എത്ര നീളുണ്ട്? ആരെങ്കിലും അദ്ദേഹത്തെ ഭീകരവാദി ബില്ലാദിനെ വിളിച്ചിട്ടുണ്ടോ? സഹോദരങ്ങൾ, ഇതൊക്കെ മീഡിയകൾ സൃഷ്ടിച്ച ഒരു അങ്കലാപ്പാണ്. ഇനി ഈ താടി എന്തിനാ? അത് നിങ്ങൾ അറിയണല്ലോ. എന്തിനാ ഞങ്ങൾ ഇങ്ങനെ താടി നോക്കി? എന്തിനാ സെലിംക്ക് അങ്ങനെ താടി നോക്കി? അറിയാം, നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ദൈവം അയച്ച പ്രവാചകനെ അനുസരിക്കുക എന്നുള്ളതാണ്. നിങ്ങളൊരു ഭരണാധികാരിയാണ്. ദേവസ്വം ബോർഡിൽ നിന്ന് നമ്മുടെ മന്ത്രി ഒരു ദൂതനെ ഇങ്ങോട്ട് അയക്കുക. ആ ദൂതനെ മാനിക്കേണ്ടതില്ലേ? ഇല്ലേ? ആ ദൂതനെ ആദരിക്കേണ്ടതില്ലേ? ഉണ്ട്. ദൈവത്തിന്റെ പ്രവാചകൻ വന്നിട്ട് പറഞ്ഞ് താടി നീട്ടണം. അത് പ്രകൃതിയുടെ ഭാഗമാണ്. ആണ് പെണ്ണിനെ പോലെയല്ല. ഇപ്പൊ നിങ്ങൾ ഞാനൊരു ഉദാഹരണം പറയാം. ഈ താടിയെ വിമർശിക്കുന്ന നമ്മളൊക്കെ ഉണ്ടല്ലോ ആളുകളോട്, ആൺസിംഹവും പെൺസിംഹവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ആൺസിംഹവും പെൺസിംഹവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ആണിന്റെ ഗൗരവം തന്നെ അതിന്റെ കൂടെയാ. അത് പഠിച്ചാലോ ആണും പെണ്ണും കെട്ടുപോകും. സിംഹ ആണും പെണ്ണും കെട്ടുപോകും. ആണിന്റെ ഏറ്റവും പ്രധാനമായ പ്രകൃതമാണ്. ഇത് മൃത പറയല്ല. ഇനി സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞോട്ടെ, ശാസ്ത്രീയമായി. ഈ അടുത്ത ബ്രിട്ടനിൽ നിന്നുള്ള ആരോഗ്യ മാസിക നിങ്ങളൊന്ന് വായിക്കണം. ആരോഗ്യ മാസികയിൽ പുതിയ പഠനം വന്നിട്ടുണ്ട്. എന്താ പുതിയ പഠനം എന്നറിയോ? അതായിരിക്കുമോ സന്യാസിമാരോ മതപണ്ഡിതന്മാരെയും താടി വെക്കാൻ ദൈവം പഠിപ്പിച്ചത്? നമുക്കറിയില്ല. ഈ മുഖം വലത്തോട്ട് ഇടത്തോട്ട് കോടിപ്പോകുന്നൊരു അസുഖമുണ്ട്. മുഖം വലത്തോട്ടും ഇടത്തോട്ടും അല്ലെ, സോപ്പ് വന്നിട്ട് നമ്മൾ ഇടത്തോടും. താടി കൂടുതലുള്ളവർക്ക് വളരെ അപൂർവമായ ഈ രോഗം കാണപ്പെടുന്നുള്ളൂ വൈദ്യശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് താടി വിമർശിക്കേണ്ടതല്ല, ആദരിക്കേണ്ടതാണ്. മാത്രമല്ല, താടി ഒരാൾക്കേണ്ട വേഗം ഉൾപ്പെടെയുള്ളൂ. പക്ഷെ ഇന്നത് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇതും മാറണം, ഇതും മാറണം. പിന്നെയോ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ കാര്യം എന്താ? ഇറഹമോ മൻഫില്ലർലി ഇറഹമക്കും മൻഫി സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കും, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. മുഹമ്മദ് നബിയാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട പ്രവാചകൻ. ഏതസ്മിൻ നന്ദരേ മ്ലേച്ഛാചാര്യ സമുന്നിത മഹമ്മദ് ഇരിക്കാത ശിഷ്യശാഖാ സമുന്നിതം. അങ്ങനെ ഇരിക്കുമ്പോൾ വിദേശീയനായ ഒരാചാര്യൻ വരും. ആ ആചാര്യൻ മുഹമ്മദ് എന്ന പേരിൽ ഖ്യാതി നേടും. ലിംഗച്ഛേദ ശിഖാഹീന കൃഷ്ണദ്വൈപായന വേദവ്യാസൻ ഭവിഷ്യ പുരാണത്തിൽ പറഞ്ഞതാണ്. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. മുഹമ്മദ് നബി പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കാർക്കും പറ്റൂലെന്നോ? എന്റെ സമയമായിട്ടുണ്ട്, എന്നെ അധ്യക്ഷൻ ഇടപെട്ട് നിർത്തിക്കണം. എന്റെ സമയമായിട്ടുണ്ട്. ഇത്രയും സമയം നിങ്ങൾ എനിക്ക് തന്നതിൽ എനിക്ക് അടങ്ങാത്ത സന്തോഷമുണ്ട്, ഭയങ്കരമായ സന്തോഷമുണ്ട് എനിക്ക്. ഒരു 2-3 മിനിറ്റൂടൊക്കെ എടുക്കാമല്ലേ? എടുക്കാം. ഓക്കെ. അപ്പോ നിങ്ങൾ ആലോചിക്കണം, എന്താ മുഹമ്മദ് നബിയെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു. ആരാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ്? നമുക്ക് പലരെ കുറിച്ചും തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണ ശരിയല്ല. ഇപ്പൊ ശ്രീധരൻപിള്ള, BJPയുടെ മുൻ പ്രസിഡന്റ് ശ്രീധരൻപിള്ള എന്റെ ഒരു സുഹൃത്താണ്. ഗോപാലൻകുട്ടി മാഷി കേസരിയുടെ പത്രാധിപർ എന്റെ അയൽവാസിയാണ്. കേസരിയുടെ പത്രാധിപർ എന്റെ അയൽവാസി. ഗുരു നിത്യചൈതന്യ യതി ഞാൻ ഗുരുതുല്യം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ഞങ്ങൾ വേദി പങ്കുവെക്കുകയും അദ്ദേഹത്തിന് ഞാനും അദ്ദേഹം എനിക്കും പലതും പങ്കുവെച്ചിട്ടുണ്ട്. ഈ ശിവഗിരി ആശ്രമത്തിലെ സുഹൃദാനന്ദ സ്വാമികളെ സംസാരിക്കാൻ അവസരമുണ്ടായി. ഗുരുവും അതുപോലെ തന്നെ നിർമ്മലാനന്ദ സ്വാമി യോഗികൾ മരിച്ചുപോയി. അദ്ദേഹവുമായി ഞാൻ പറയുന്നത്, വേദപണ്ഡിതന്മാരുമായി നമ്മൾ ഇരിക്കുകയും വേദ സമൂഹത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും ചെയ്താൽ ലോകത്ത് ഏതേത് ആചാര്യനെ, ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഒരു മുസ്ലിം പല്ല് തേക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ച ആളാണ് മുഹമ്മദ് നബി. 5 നേരവും ദന്തശുദ്ധി വരുത്തണം എന്നാണ് പ്രവാചകൻ. 5 നേരവും ദന്തശുദ്ധി. മീശ വെട്ടി ഒതുക്കണം, താടി നീട്ടണം, ഡ്രസ്സ് നരിയാനയുടെ താഴെ പോകരുത് പല കാരണങ്ങളാൽ. ഡ്രസ്സ് ഇപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മുടെയൊക്കെ മക്കളിട്ട പാൻസ് അലക്കാൻ അമ്മമാര് മരിച്ചു. ആ ഡ്രസ്സ് അലക്കിയാൽ ചളിയും എന്തൊക്കെ കാഷ്ടവും മൂത്രവും ഒക്കെ. ഇപ്പൊ നരിയാനയുടേതായ ഡ്രസ്സ് പോകരുത്. ജീവിതത്തിലൊരിക്കലും കള്ളം പറയരുത്. ജീവിതത്തിലൊരിക്കലും ഭാര്യയെ ചതിക്കരുത്. പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടരുത്. ഇസ്ലാം പറയാ, നിന്റെ അയൽവാസി. എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ വീടിന് കോമ്പൗണ്ട് വാൾ കിട്ടുന്നല്ലോ, വീടിൽ കോമ്പൗണ്ട് വാൾ. ഇസ്ലാം എന്താ പറയുന്നറിയോ? അന്യ മത സമൂഹത്തിൽപ്പെട്ട എന്നല്ല, മനുഷ്യരായി നിന്റെ അയൽപ്പക്കത്ത് ആരൊക്കെയുണ്ടോ അവരുടെ പറമ്പിലേക്കും വീട്ടിന്റെ കോമ്പൗണ്ടിലേക്കും
കടന്നു പോകുന്ന കാറ്റിനെ വലിയ കോമ്പൗണ്ട് വാളുണ്ടാക്കി നീ തടസ്സപ്പെടുത്തരുത്. അയൽവാസിയുമായുള്ള 20 ബാധ്യതകളിൽ ഒന്നാകുന്നു നിനക്കത്. നോക്കണം, വലിയ കോമ്പൗണ്ട് വാൾ കിട്ടി നീയും ഞാനും രണ്ടാ പോ എന്ന് പറയുന്ന ഒരു സ്വരം ഉണ്ടാകരുത് എന്ന് പഠിപ്പിച്ച മതം. അതോടൊപ്പം പ്രവാചകൻ പറയാൻ ആരാണ് ഒരു യഥാർത്ഥ മുസ്ലിം? അൽ മുസ്ലിം മൽസലിമൽ മുസ്ലിമൂൻ അതിൽ ഇശാനി വയ്യതി. ഒരു മുസ്ലിമാരാ, എന്റെ കൈകളിൽ നിങ്ങൾ സുരക്ഷിതരാകും. ഞാൻ നിങ്ങളിൽ ഒരാളെയും എന്റെ കൈകൊണ്ട് അടിക്കരുത്. എന്റെ കൈകൾ നിങ്ങളെ തലോടാനുള്ളതാണ്, സ്വാതന്ത്ര്യത്തിൻ്റെതാണ്. എന്റെ നാവുകൾ സെക്സ് പറയാനുള്ളതല്ല, അസഭ്യം പറയാനുള്ളതല്ല, എടാ പോടാ വാടാ എന്ന് വിളിക്കാനുള്ളതല്ല. അല്ല അല്ല അല്ല, നല്ല വർത്തമാനം. ഖുർആനിലെ 2-ാം അധ്യായം 83-ാമത്തെ വചനം. മനുഷ്യരോട് നല്ലതേ പറയാം, നല്ല സംസാരം. നമ്മളൊക്കെ ചിലപ്പോൾ സുഹൃത്തുക്കളെ കണ്ട എടാ ദേശിന്റെ മോനെ നീ എവിടെയായിരുന്നു പാടില്ല. ഒരു വേദവും മനുഷ്യരെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. മുഹമ്മദ് നബി പഠിപ്പിച്ചത് അതാ. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ആഹരിക്കുന്നവർ മുസ്ലിം അല്ല. ആണോ? അയൽവാസിയുടെ മതം പറഞ്ഞില്ല, ജാതി പറഞ്ഞില്ല. മൂന്നാമതായി പ്രവാചകൻ പറഞ്ഞു, ഒരു മുസ്ലിമിനെ തൊട്ടടുത്ത മുസ്ലിം പേടിക്കുക. അങ്ങനെ അവസ്ഥയുണ്ടായാൽ അവർ മുസ്ലിം അല്ല. അതായത് അച്ഛൻ എന്നെ പേടിക്കുന്നു, സ്വാമിജി എന്നെ പേടിക്കുന്നു, ഈ അധ്യക്ഷ പദം അലങ്കരിക്കുകയും സ്വാഗതം പറയുകയും ചെയ്ത നടേശൻ സാർ എന്നെ പേടിക്കുന്നു, എന്റെ അയൽവാസിയെ, എങ്കിൽ ഞാൻ മുസ്ലിം അല്ല. എന്നെ കുറിച്ച് പൂർണ്ണ നിർഭയത്വം. പണ്ട് കാലത്ത് എങ്ങനെയെന്ന് പറയൂ, ബഷീറെ മാധവട്ടം വിളിച്ചു, ബഷീറെ എന്റെ മോള് സുമതി, വിവാഹപ്രായമെത്തിയ എന്റെ മോള് സുമതി, എടാ ഇവിടെ ഒറ്റക്ക, അവളിപ്പം നിന്റെ വീട്ടിൽ നിന്നോട്ടെ, ഞാൻ വരുന്നവരെ. പണ്ട് വിശ്വാസമായിരുന്നു. അല്ലെ, എന്നിട്ട് നീ എന്റെ മോളെ ഒന്ന് നോക്കണം. ഇന്നോ ബഷീറെ നീ അവിടെ ഉണ്ടോ? ഉണ്ട്. എന്നാൽ ഞാൻ എന്റെ മോളെ കൊണ്ട് പോവുക, എന്റെ ശല്യം കൊണ്ട്. പിന്നെ എങ്ങനെ മുസ്ലിമാവും? പിന്നെ എങ്ങനെയാ മുസ്ലിമാവുക എന്ന് നിങ്ങൾ ആലോചിച്ചു. മദ്യപിക്കരുത് എന്ന് ഇസ്ലാം ശക്തമായി പഠിപ്പിച്ചു. എന്നിട്ട് ഞാൻ തന്നെ നിങ്ങൾക്ക് മദ്യം വിളമ്പിയാലോ? വേലി തന്നെ വളരുന്ന ആര് നന്നാക്കും? പൊന്നാനി ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ സ്ഥല 77 ലക്ഷം റുപ്യ ഡെയിലി കുടിക്കുന്നത് മുസ്ലിങ്ങൾ. നിങ്ങൾ ചിന്തിക്കണം, വളരെ ആലോചിക്കണം. അപ്പൊ ഇവിടെ വേലി തന്നെ വളർന്നു, മതസമൂഹം തന്നെ നശിച്ചിരിക്കുന്നു. ഞാൻ ഇതിനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ക്ഷമിക്കണം. അത് ഇവിടെ ഇരിക്കുന്നവർ ക്ഷമിക്കണം. മതാധ്യക്ഷന്മാർ ശക്തമായി മതം പ്രബോധനം ചെയ്യുന്നില്ല. അതിന്റെ തകരാറ് നമുക്ക് നല്ലതുണ്ട്. അല്ലെങ്കിലോ ഞാൻ ചോദിക്കട്ടെ, മനുസ്മൃതിയിലെ 8-ാം അധ്യായം വ്യഭിചാരം പാടില്ല എന്ന് 8-ാം അധ്യായം പറഞ്ഞു, സ്വാമിജി പറയണം. അതുപോലെ തന്നെ സുവർഗരതി പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മദ്യപാനി പതിതനാണ് എന്ന് വേദം പറഞ്ഞു. മദ്യപാനി സ്വർഗം അവകാശപ്പെടുത്തുകയില്ല. അബ്കാരി കോൺട്രാക്ടർമാരാരാ? ആരാ? പള്ളിയിലച്ഛനോട് പിന്നെ അബ്കാരി കോൺട്രാക്ടർ ചോദിക്കാം, കാനായിലെ കല്യാണ വിരുന്നിൽ യേശുക്രിസ്തു മദ്യം വിളമ്പി എന്ന് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് സ്പിരിറ്റ് മദ്യമാക്കിക്കൂടെ? ബൈബിളിൽ അത് മനുഷ്യന്റെ കൈകടത്തലുകൾ ഉണ്ടായി എന്നാണ് അതിനെപ്പറ്റി പണ്ഡിതന്മാർ പറയും. ബൈബിൾ പ്രകാരം മദ്യം പാടില്ല. യേശുക്രിസ്തു പഠിപ്പിച്ച മദ്യം പാടില്ല എന്ന. ആ യേശുക്രിസ്തുവിനെ പോലും മദ്യം വിളമ്പിയവനാക്കിയത് ജൂതന്മാരാണ്. ആ ജൂതന്മാരുടെ കൈകടത്തലുകൾക്ക് വിധേയമായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് ദൈവനിവേശിതം എന്നുറപ്പുള്ള, ദൈവപ്രോക്തം എന്നുറപ്പുള്ള ഗ്രന്ഥം ലോകത്തുണ്ടോ? നിങ്ങൾ പരിശോധിച്ചോ? ഞങ്ങൾ പറയുന്നു എല്ലാ വേദങ്ങളെയും ഒന്നിച്ചുൾക്കൊണ്ടൊരു വേദമായി ഖുർആനിനെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കണം ഖുർആൻ. നിങ്ങൾ പരിശോധിച്ചോ? മഹ്മൂദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 9 സ്ത്രീകളുടെ കൂടെ ദാമ്പത്യം പങ്കുവെച്ചു. ഒരു പഴക്കുണ്ടായിരുന്നില്ല അവർക്കിടയിൽ. ഒറ്റ സ്ത്രീയെ ഡൈവേഴ്സ് ചെയ്തില്ല. ഇന്ന് നമുക്ക് ഡൈവേഴ്സ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ഇതൊക്കെ നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അച്ഛനമ്മമാരെ മക്കളെ നല്ല നിലക്ക് പോറ്റാത്തോണ്ടാണ്. അല്ലെങ്കിൽ സിനിമാ നടിയായ കാവ്യാമാധവൻ കല്യാണം കഴിച്ചു 3 മാസം കൊണ്ട് ഡൈവേഴ്സ് ആവുമോ? ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് നടീനടന്മാർക്കിടയിലാണ്. കേരളത്തിലെ കുടുംബ കോടതിയിൽ ഏറ്റവും കൂടുതൽ കേസ് നടീനടന്മാർക്കിടയിലാണ്. അഭിനയിക്കാൻ എളുപ്പ, ജീവിക്കാൻ എളുപ്പമല്ല. നല്ലൊരു ഭർത്താവാകാൻ എളുപ്പമല്ല, നല്ലൊരു ഭാര്യയാകാൻ എളുപ്പമല്ല. ഭർത്താരക്ഷിതി യൗവനെ, ഭർത്താവിന്റെ സംരക്ഷണത്തിൽ അനുസരണയുള്ളവളായി, അല്ലേ? ഭർത്താവിനെ ധിക്കരിക്കുന്ന പെണ്ണായെന്ന് അതുണ്ടാകരുതെന്ന് ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചു. അങ്ങനെ ഇസ്ലാം ലോകത്തെ നന്മ മാത്രമാണ് പഠിപ്പിച്ചത്. എന്താ ഞാൻ ഇസ്ലാം പറയുന്നത്? ഞാൻ ഇസ്ലാം മതത്തിന്റെ പ്രതിനിധിയാണ്. ഇസ്ലാം മതം എന്താ നിങ്ങൾ അറിയിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. ഹിന്ദു മതം എന്താണെന്ന് സ്വാമിജി പറയും, ക്രിസ്തുമതം എന്താണെന്ന് അദ്ദേഹം പറയും. എന്നാൽ ഒരു കാര്യം, ഈ മതങ്ങളൊക്കെ പിന്നീട് മനുഷ്യന്റെ പ്രവർത്തനം കൊണ്ടുണ്ടായതാണ്. സാക്ഷാൽ ഒറ്റ മതേ ഉള്ളൂ. സൂര്യൻ സ്വീകരിച്ചൊരു മതം ഇവിടെയുണ്ട്. ഇതാ ഞാൻ പറയുന്നത്, സൂര്യന്റെ മതം, ചന്ദ്രന്റെ മതം. അതിനെന്താ ഞാൻ അങ്ങനെ പറയാൻ? നിങ്ങൾ നോക്കി, ഇന്റർസിറ്റി, അതുപോലെ തന്നെ ജനശാസ്ത്രി കൃത്യസമയത്ത് വരാറുണ്ടോ? ഇല്ല, എല്ലാം ലേറ്റ് ആയിട്ടാ. സൂര്യൻ ഇന്ന് വരെ 1 മിനിറ്റ് തെറ്റിയിട്ടുണ്ടോ? ഉണ്ടോ?
വശംസു തജ്രീ മുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. സൂര്യനും ചന്ദ്രനും കൃത്യമായി സഞ്ചരിക്കുന്നു 14 നൂറ്റാണ്ട് മുമ്പ് ദൈവിക ഗ്രന്ഥമായ ഖുർആൻ. സൂര്യൻ ഒരു ഇഞ്ച് ഒരു സെക്കൻഡ് വ്യത്യാസത്തിൽ വരാതിരിക്കുന്ന, അതായത് 6:30 ഉദയം എന്നാൽ 6:29 വരില്ല, 6:31 കഴിഞ്ഞിട്ട് വരാതിരിക്കുകയുമില്ല, 6:30 കൃത്യമായി വരും. അതുകൊണ്ട് തന്നെ സൂര്യനോട് ദൈവം കൽപ്പിച്ചതാ കൃത്യമായിട്ട് ഉദിക്കാൻ, കൃത്യമായിട്ട് അസ്തമിക്കാൻ. അതുകൊണ്ട് സൂര്യൻ മുസ്ലിമാണ്. ഞങ്ങൾ എന്താ പറയുന്നതെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇസ്ലാം എന്താ? ഇത് ഇസ്ലാമിക സമൂഹത്തിലെ എല്ലാ മുസ്ലിങ്ങൾക്കും അറിവുള്ള ഒരു അറിവല്ലോ. ഇത് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനമായ വക്കം മൗലവി, കെ എം മൗലവി, സിദി സാഹിബ്, അതുപോലെ പ്രഗത്ഭര മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, അവരൊക്കെ ഉൾക്കൊണ്ടൊരു പ്രസ്ഥാനമുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം എന്നൊരു പ്രസ്ഥാനം, ഇസ്ലാഹി പ്രസ്ഥാനം എന്നൊരു പ്രസ്ഥാനം, നവോത്ഥാന പ്രസ്ഥാനം എന്നൊരു പ്രസ്ഥാനം, സ്വാതന്ത്ര്യ സമര സേനാനിയായ ഈ മൊയ്തു മൗലവി സാഹിബിനെ ഒക്കെ നയിച്ച പ്രസ്ഥാനം, കെ ഉമർ മൗലവി സാഹിബിനെ നയിച്ച പ്രസ്ഥാനം. ആ പ്രസ്ഥാനം നിങ്ങളോട് പറയുന്നത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ, അതായത് ജീവിതത്തിൽ മനുഷ്യർ മതം ഉൾക്കൊള്ളുന്ന കാര്യത്തിൽ, മതം സ്വീകരിക്കുന്ന കാര്യത്തിൽ അബദ്ധം സംഭവിക്കാതിരിക്കാൻ വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യത്ത് ഇന്ന് അനുഭവിക്കുന്ന ഏതേത് പ്രശ്നങ്ങളിലും ഏതേത് കാര്യങ്ങളിലും കൃത്യമായ ഒരു ബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് ഇസ്ലാം എന്ന് പറഞ്ഞത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹത്തിന്റെ നേരെ കുതിര കയറുക, ഒരു സമൂഹത്തെ ആക്രമിക്കുക ഇല്ല. പ്രവാചകന്റെ വാക്കുകളിൽ തന്നെ എന്താ പറയുക, പുഞ്ചിരിക്കുന്നത് പോലും എന്താണ് ദാനമാണെന്ന്. മനുഷ്യരോട് പുഞ്ചിരിക്കാൻ, ഹസ്തദാനം ചെയ്യാൻ, എല്ലാവരെയും സ്നേഹിക്കാൻ. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ആലോചിക്കണം, പെണ്ണിനോട് കുതിര കയറരുത്, ഈ വക തിന്മകളൊന്നും ചെയ്യരുത്. ഇനി ഇവിടുത്തെ യുവാക്കളോട് ഒറ്റ വാചകം, യുവാക്കളോട് നമ്മുടെ യൗവനം പാഴായി പോവുകയാണ്. മദ്യപിച്ചും മയക്കുമരുന്നിന് അടിമപ്പെട്ടും ഓർമ്മിക്കപ്പെട്ടു പോയ ഒരു യൗവനം എവിടെയുണ്ട്? സുഗതകുമാരി ടീച്ചർ പറഞ്ഞ പോലെ ഉയർന്ന ശിരസോടെ തെളിഞ്ഞ അഭിമാനത്തോടെ ഈ രാജ്യത്തെ സേവിക്കാൻ പൗരന്മാരെവിടെ? വിദേശ രാജ്യങ്ങളുടെ കുതന്ത്രങ്ങൾക്കും സാമ്രാജ്യ ശക്തികളുടെ കുതന്ത്രങ്ങൾക്കും വശപ്പെട്ടു പോയാൽ ഈ രാജ്യത്തെ ഉത്തിഷ്ഠത ജാഗ്രത എന്ന സ്വാമി വിവേകാനന്ദൻ ഭാരത പരിചരണം നടത്തി നിലനിർത്തിയ ആ പൈതൃകം എവിടെ, പ്രിയപ്പെട്ട ഹൈന്ദവരെ? അതുകൊണ്ട് ഓർക്കണം, ഇസ്ലാം തുറന്ന പുസ്തകമാണ്. നിങ്ങൾ വിശുദ്ധ ഖുർആനതാ സൂര്യൻ നിങ്ങൾ നോക്കേ, സൂര്യൻ ഞാൻ പറഞ്ഞല്ലോ, സൂര്യൻ കൃത്യമായി മുസ്ലിമാണ്. ചന്ദ്രൻ, ഭൂമി, നക്ഷത്രം, പക്ഷിമൃഗാദികൾ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞോട്ടെ, ആകാശം മുസ്ലിമാണ്, സൂര്യൻ മുസ്ലിമാണ്, ചന്ദ്രൻ മുസ്ലിമാണ്, മനുഷ്യരെ നിങ്ങളും മുസ്ലിമാകൂ. ഒരാൾ, ഇപ്പൊ നിങ്ങൾ കള്ളുകുടിക്കാത്ത മാധവൻ അക്കാര്യത്തിൽ മുസ്ലിമാണ്, വ്യഭിചരിക്കാത്ത സുരേന്ദ്രൻ ആ കാര്യത്തിൽ മുസ്ലിമാണ്, അമ്മയെ ഉപദ്രവിക്കാത്ത ഭാസ്കരൻ ആ കാര്യത്തിൽ മുസ്ലിമാണ്. അപ്പൊ മുസ്ലിമാകുക എന്ന് പറഞ്ഞാൽ എന്താ? നല്ലൊരു മനുഷ്യനാകുക, സകല ധർമ്മത്തിന്റെയും പൂർണ്ണത പ്രാപിച്ച ഒരു മനുഷ്യനാവുക. അതാകാൻ ഇന്നത്തെ മുസ്ലിങ്ങൾക്ക് കഴിയാതെ പോയതാണ് നിങ്ങൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച്. അല്ലെങ്കിൽ നിങ്ങൾ നോക്ക്, ചേരമാൻ പെരുമാളിന്റെ പള്ളി കൊടുത്തത് ആരാ? ഇവിടുത്തെ ബഷീറ, മുഹമ്മദ, ഇവിടുത്തെ ഹിന്ദുക്കളാണ് അല്ലേ? ഈ കണ്ടതെല്ലാം നിലനിർത്തിയ അവരല്ലേ? അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ, ഇനി മേലിൽ ഒരു തീവ്രവാദിക്കും നമ്മളെ ഭരിക്കാൻ കഴിയരുത്. ഒരു മുസ്ലിം തീവ്രവാദിയുടെ പ്രസംഗത്തിന് നമ്മൾ പോകരുത്, ഒരു ഹിന്ദു തീവ്രവാദിയുടെ പ്രസംഗത്തിന് നമ്മൾ പോകരുത്. നമുക്ക് പോപ്പുലർ ഫണ്ടിന്റെ പ്രസംഗവും വേണ്ട, നമുക്ക് RSSന്റെ പ്രസംഗവും വേണ്ട. ക്ഷമിക്കണം, നമുക്കൊരു തീവ്രവാദികളുടെ പ്രസംഗവും വേണ്ട. നമുക്ക് മനുഷ്യനായി കാണുന്ന, മനുഷ്യത്വം ഉൾക്കൊള്ളുന്നവരുടെ പ്രസംഗം മതി. വർഗീയവൽക്കരിക്കുന്ന, മനുഷ്യരെ തമ്മിൽ കല്ലിക്കുന്ന ആരുടെയും പ്രസംഗങ്ങൾ നമുക്ക് ആവശ്യമില്ല. അതോടൊപ്പം എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. ആ അപേക്ഷ എന്താണെന്ന് ചോദിച്ചാൽ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലെ രക്ഷയാണ് യഥാർത്ഥ രക്ഷ. അതിന് ഏകദൈവ ആരാധന മസ്റ്റാണ്. അതില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാൻ. കാരണം ഒരു ഭാര്യ ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ ഭർത്താവിന് പ്രശ്നമില്ല, ഭർത്താവിന് വസ്ത്രം അലക്കി കൊടുത്തിട്ടില്ലേ പ്രശ്നമില്ല. പക്ഷെ ഭർത്താവിന് മാത്രം സമർപ്പിക്കേണ്ട ഭാര്യയുടെ മനസ്സും ശരീരവും മറ്റൊരു പുരുഷന് സമർപ്പിച്ചാലോ? സഹിക്കുവോ? പൊറുക്കുവോ? സ്വന്തം ഭാര്യയെ നമ്മൾ കയറി വരുമ്പോ അന്യപുരുഷന്റെ കൂടെ കിടപ്പറ വന്നു വെച്ചാൽ നമ്മൾ ക്ഷമിക്കുവോ? സഹിക്കുവോ? അതുപോലെ ദൈവം നൽകിയ വണ്ണം, ദൈവം നൽകിയ വായു, ദൈവം നൽകിയ സൂര്യൻ, ദൈവം നൽകിയ ചന്ദ്രൻ, ദൈവം നൽകിയ കൈ, ദൈവം നൽകിയ കാല്, ദൈവം നൽകിയ ഹൃദയം, ദൈവം നൽകിയ കണ്ണ്, ദൈവം നൽകിയ കാത്, ദൈവം നൽകിയത് മാത്രമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് ആ ദൈവത്തെ മാത്രം ആരാധിക്കുക. ഇതാണ് ഇസ്ലാം. ഇത് അപകടമാണോ? ഈ ഇസ്ലാമിനെ നിങ്ങൾ അടുത്തറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രാർത്ഥന തന്നെ എന്തറിയോ? സർവ മനുഷ്യരുടെയും അല്ലാഹുവേ നിനക്ക് സ്തുതി. പരമകാരുണ്യനായ പ്രപഞ്ചത്തിന്റെ നാഥ നിനക്ക് സ്തുതി. സകല ലോകങ്ങളുടെയും തമ്പുരാന, ഏകകോശ ജീവിയായ ഹമീബ മുതൽ
ബഹുകോശജീവിയായ നീലത്തിമിംഗലത്തെ വരെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ നാഥ നിനക്ക് സ്തുതി. ഇതാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊരു കാര്യവും കൂടെ പറയാൻ. ഗുജറാത്ത് എത്ര പെൺകുട്ടികളെ കുത്തിപ്പിളർന്ന് തൃശ്ശൂരത്തിൽ എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു. മാറാട് എത്രയെത്ര മാലേഗാവ് സ്ഫോടനം, സംജോത സ്ഫോടനം, താജ് ഇന്റർനാഷണൽ. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊന്നും മതത്തിന്റെ പേരിലല്ല കേട്ടോ. ഇതൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നമ്മുടെ നേതാക്കന്മാർ തന്നെ ഫോം ചെയ്യുന്ന അമേരിക്കയുടെ, ബ്രിട്ടന്റെ, ഇസ്രയേലിന്റെ, ഇന്ത്യയുടെ, പാകിസ്ഥാന്റെ ഈ അച്ചുതണ്ടുകൾ ഉള്ളിൽ നിന്ന് ഫോം ചെയ്ത് അവർക്ക് ജീവിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തുണ്ടാക്കിയതാണ് എന്ന് ബുദ്ധിയുള്ള ഏതൊരാൾക്കും നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഈ സ്ഫോടനങ്ങൾക്കൊന്നും മതവുമായിട്ട് ബന്ധമല്ല. മതത്തെ രാഷ്ട്രീയവൽക്കരിച്ച് ദുരുപയോഗം ചെയ്തപ്പോ ഉണ്ടായ കുഴപ്പമാണിത് എന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോയാൽ ഈ മതസൗഹാർദ്ദ സമ്മേളനം ഉജ്ജ്വലമായി തീരും എന്ന വസ്തുത നിങ്ങൾ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഉജ്ജ്വലമാകണമെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ഇനി ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ പരസ്പരം കെട്ടിപ്പിടിച്ചും തെറ്റിദ്ധാരണകളുള്ളവർ ആലിംഗനം ചെയ്തു. ബാലാ, നീ എന്റെ സഹോദരനായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. ബഷീറേ, നീ എന്റെ അച്ഛന്റെയും അമ്മയുടെയും മകനായിരുന്നു. നമ്മൾ ഇത്രയും കാലം തെറ്റി നടന്നതായിരുന്നു. നമ്മൾ ഒന്നാണ്, നമ്മുടെ ഈശ്വരൻ ഒന്നാണ്, നമ്മുടെ അല്ലാഹു ഒന്നാണ്, അവൻ മാത്രമാണ് ആരാധ്യൻ. നമ്മുടെ സഹോദരങ്ങളാൽ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒന്നിക്കാം. ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ മുമ്പാകെ വിട്ടേച്ചുകൊണ്ട് എനിക്കെത്രയും സംസാരിക്കാൻ അവസരം നൽകി ഈ സംഘാടകരോട് ഞാൻ എന്റെ ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്ന് അത്യപാരമായി നന്ദി പറയാം. എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്ന ഒരു ശക്തിയുണ്ട്, ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ. എനിക്ക് ഈ അവസരം നൽകിയ, നിങ്ങളെന്ന ഓഡിയൻസിന് നൽകിയ, നിങ്ങളെന്ന മുക്തുമണികളെ എന്റെ മുമ്പിൽ നൽകിയ, എന്റെ മനസ്സിൽ പറയാനുള്ള ആശയം വെട്ടിത്തുറന്ന് പറയാൻ എനിക്ക് സാഹചര്യമൊരുക്കിയ, എന്നെ സൃഷ്ടിച്ച, നമ്മെ സൃഷ്ടിച്ച ഈ ലോകത്തിന്റെ തമ്പുരാനോട് അഗൈതവമായി നന്ദി പറഞ്ഞുകൊണ്ട് പഠിച്ചവനെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിനക്കാണ് സർവസ്തുതിയും. ഈ മനുഷ്യരോട് ഒന്നടങ്കം ഇനിയൊരു വർഗീയ കലാപം നമ്മുടെ നാട്ടിലുണ്ടാകരുത്, ഇനിയൊരു സംഘട്ടനം നമ്മുടെ നാട്ടിലുണ്ടാകരുത്. ഈ സമ്മേളനം മതസൗഹാർദ്ദ, ഈ മത സമൂഹത്തിന്റെ സമ്മേളനം, വിവിധ മതങ്ങളുടെ സമ്മേളനം ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു പ്രതിജ്ഞ നമ്മൾ എടുക്കണം. ഇനി ഞങ്ങൾ കല്ലും മണ്ണും മുരടും മൂർക്കൻ പാമ്പും കാതിരക്കുട്ടിയും ആൽത്തറകളും മക്ബറകളും ചാരങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും മനുഷ്യ ദൈവങ്ങളെയും ഞങ്ങൾ ആരാധിക്കുകയില്ല. സകല പ്രപഞ്ചത്തിന്റെ നാഥനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ. അവൻ 714 കോടി മനുഷ്യരുടെയും ദൈവമാണ്. സിംഹത്തിന്റെ, ആനയുടെ, പശുവിന്റെ, എലിയുടെ എല്ലാത്തിന്റെയും ദൈവമാണ്. അവനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. ഇനി ഞങ്ങൾ അമ്മയെ നിന്ദിക്കുകയില്ല, ഇനി ഞങ്ങൾ അച്ഛനെ കൊല്ലുകയില്ല, ഇനി ഞങ്ങൾ രാഷ്ട്രീയ കലാപത്തിൽ ഏർപ്പെടുകയില്ല, ഇനി ഒരിക്കലും ഞങ്ങൾ മദ്യപിക്കില്ല, ഇനി ഒരിക്കലും ഞങ്ങൾ പുകവലിക്കില്ല, ഇനി ഒരിക്കലും ഞങ്ങൾ പലിശയിൽ ഏർപ്പെടില്ല, ഇനി ഒരിക്കലും മാനവിക വിരുദ്ധമായ ഒരു പ്രവർത്തിക്കും ഞങ്ങൾ ചൊല്ലുകയില്ല. എന്റെ കൈ ഒരു മുസ്ലിമിന്റെ മേത്ത് വീഴുകയില്ല. എന്റെ കൈ ഒരു മുസ്ലിമിനെ തല്ലാനുള്ളതല്ല, അത് തലോടാനുള്ളതാണ്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ നന്മകൾ മുഴുവനും ഉൾക്കൊണ്ട്, ജനാധിപത്യ ഭരണകൂടം അനുവദിക്കുന്ന പ്രബോധന പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ജീവിക്കും എന്ന കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകണം. ആ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് തിരിയണം. നന്മ വരട്ടെ, നന്നായി തീരട്ടെ, ഒന്നിച്ച് മുന്നേറട്ടെ എന്നിട്ട് ഏക ദൈവം അവതരിപ്പിച്ച സാക്ഷാൽ സമർപ്പണത്തിന്റെ മതം ഇസ്ലാം എന്നാൽ അതാണ്. ആ സമർപ്പണത്തിന്റെ മതം നിത്യജീവിതത്തിൽ തിരഞ്ഞെടുക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവണം. അതോടൊപ്പം പ്രാർത്ഥനാ നിർഭരമായിരിക്കണം. ഇവിടെ പ്രാർത്ഥന ചൊല്ലിയല്ലോ, ആ പ്രാർത്ഥനയാണ് ഞാൻ പറഞ്ഞത്. സാക്ഷാൽ പടച്ച തമ്പുരാനോടായിരിക്കണം. അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഈ വേദിയിലിരിക്കുന്നവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയ പുസ്തകം വിതരണം ചെയ്യണമെന്ന് എനിക്കുണ്ട്. ഇതിന്റെ സംഘാടകരെ അനുവദിച്ചാൽ ആ ലഘുപുസ്തകം ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കും. അത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നന്മയുടെ വാഹകരാകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കണം. സമയമില്ല. അതുകൊണ്ട് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. അടുത്തതായി പന്മന ആശ്രമം മഠാധിപതി